सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। यं प्रवचन्तमनुपेतमुपेतकृत्यम् द्वैपायनो विरहकातर आजुहाव पुत्रेति तन्मयतया तरवोऽभिनेतु तं सर्वभूतहृदयं मुनिमानतोऽस्मि। तं सर्वभूतहृदयं मुनिमानतोऽस्मि। यं ब्रह्मा वरुणेन्द्ररुद्रमरुतः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैर्गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुःसुरासुरगणा देवाय तस्मै नमः। यस्यान्तं न विदुःसुरासुरगणा देवाय तस्मै नमः। नाम संकीर्तनं यस्य सर्वपापप्रणाशनं प्रणामो दुःखशमनस्तं नमामि हरिं परं। प्रणामो दुःखशमनस्तं नमामि हरिं परम्। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। श्रीदक्षिणामूर्तये नमः। श्रीगुरुभ्यो नमः। हरिः ओम्। ओम नमो नारायणाय। ശ്രീമദ് ഭാഗവതത്തിലെ തത്വങ്ങളെ അടുത്തറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞ വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരു തത്വചിന്തനം, തത്വമനനമാണ് ഇന്നലെ തത്വചിന്തന വിചാരത്തിൽ
പരമാത്മാവിൻ്റെ സ്വരൂപം ഉപനിഷത്തുക്കളിലും വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പറയപ്പെട്ടത് എങ്ങനെയാണ് ശ്രീമദ് ഭാഗവതത്തിലും അതുപോലെ ആ അനുഭവം, സച്ചിദാനന്ദ അനുഭവം നമുക്കെങ്ങനെ സാക്ഷാത്കരിക്കാം, ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ആത്മാവിൻ്റെ സ്വരൂപം എന്ന് വീണ്ടും വീണ്ടും നാം ഇവിടെ പറയുന്നുണ്ട്. സ്വരൂപം എന്നാൽ എന്ത്? സ്വരൂപം ഏത് രീതിയിലാണ് സ്വരൂപമായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് സ്വരൂപമായിരിക്കുന്നത്? ചിലപ്പോഴൊക്കെ ഭഗവാന്റെ സ്വരൂപം, ആത്മസ്വരൂപം, ബ്രഹ്മസ്വരൂപം എന്നൊക്കെ പറയുമ്പോൾ അത് എന്തോ ഒന്നാണ്, വലിയ എന്തോ ഒരു സംഗതിയാണ്, അത് കേൾക്കേണ്ടതാണ്, അറിയേണ്ടതാണെന്നൊക്കെ തോന്നുമെങ്കിലും വാസ്തവത്തിൽ സ്വരൂപം എന്നതുകൊണ്ട് പ്രതിപാദ്യമായിരിക്കുന്നത് എന്ത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. അപ്പം ഇന്ന് വേദാന്ത പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒരു പൂർണ്ണമായ രൂപം, അതിൻ്റെ ആദിയിൽ അന്തത്തിൽ ഒക്കെ എന്താണ് പറഞ്ഞത്, അതിൽ നിന്നുകൊണ്ട് ശാസ്ത്രീയമായ ഒരു വിശ്ലേഷണം എങ്ങനെ സാധ്യമാകുന്നു എന്ന് ചിന്തിക്കാം. ഭാഗവതത്തിൽ അതിൻ്റെ അഭ്യാസം, അതിൻ്റെ പരിശീലനം അധികമായും ഭാഗവതത്തിൽ വന്ന സ്തുതികളിലൂടെയാണ് പ്രകടമാക്കിയിരിക്കുന്നത്. ഭാഗവതത്തിൻ്റെ പ്രഥമ, ദ്വിതീയ, തൃതീയ ശ്ലോകങ്ങളിലും അതിൻ്റെ അവസാനത്തെ അധ്യായത്തിലുമൊക്കെ പറഞ്ഞത് പോലെ അതിനെ വിസ്തരിക്കുന്നത്, പല രീതിയിൽ വിസ്തരിക്കുന്നത്, സഗുണമായും നിർഗുണമായും സ്വരൂപമായും നിരൂപമായും ഒക്കെ വിസ്തരിക്കുന്ന രീതി, അത് ഭാഗവതത്തിൽ നമുക്ക് കാണാം. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഭാഗവതത്തിലെ ചില സ്തുതികൾ നമുക്കിവിടെ പഠിക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ ഭാഗവതത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു സ്തുതിയെ അടിസ്ഥാനപ്പെടുത്തി, ഒന്നാമത്തെ സ്കന്ധത്തിൽ വന്നിട്ടുള്ള ആദ്യത്തെ സ്തുതി, ഓരോ സ്തുതികളും ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ആ ക്രമത്തിൽ ആദ്യത്തെ സ്തുതി എന്ന രീതിയിൽ കുന്തി ഭഗവാനെ സ്തുതിക്കുന്ന കുന്തി സ്തുതിയുണ്ട്. അത് നമ്മൾ പിന്നീട് നോക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഈ സ്വരൂപ ചിന്തനം ഇന്നലെ നമ്മൾ ചിന്തിച്ചു വച്ച ആ ഭാഗത്തു നിന്ന് തുടങ്ങുകയാണെങ്കിൽ, സച്ചിദാനന്ദം സ്വരൂപമെന്ന് പറഞ്ഞു. സച്ചിദാനന്ദം ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ്, ആത്മാവിൻ്റെ സ്വരൂപമാണ്. സച്ചിദാനന്ദ സ്വരൂപനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ നമിക്കുന്നു. അതുതന്നെ ഉപനിഷത്തിൽ സത്യം ജ്ഞാനം അനന്തം വിജ്ഞാനമാനന്ദം ആനന്ദം ബ്രഹ്മേതി വ്യജാനാത് എന്നൊക്കെ അതിനെ തന്നെ വർണ്ണിക്കുന്നുമുണ്ട്. ഇന്നലെ സത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സത്തിൻ്റെ അനുഭവം, സത്തിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് പറഞ്ഞു. സത്തിൻ്റെ അനുഭവം നമുക്കുണ്ട്. സത്ത ഉണ്മയായിട്ട്
അസ്തിത്വമായിട്ട്, എക്സിസ്റ്റൻസ് ആയിട്ട്, അതോടൊപ്പം തന്നെ ചിത്തിൻ്റെയും അനുഭവം, ആനന്ദത്തിൻ്റെയും അനുഭവം ഉള്ളതായി നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ഈ സച്ചിദാനന്ദം എന്നുള്ളത്, സത്യം ജ്ഞാനം അനന്തം എന്നുള്ളത് വേദാന്ത ശാസ്ത്രപ്രകാരം സ്വരൂപലക്ഷണം എന്നാ പറയുക. ആത്മാവിൻ്റെ സ്വരൂപലക്ഷണം. ഈ സ്വരൂപലക്ഷണം പറയുന്നത് ഉപനിഷത്തിൻ്റെ താത്പര്യം എന്ന അർത്ഥത്തിലാണ്, ആത്മാവിൻ്റെ യഥാർത്ഥ തത്വം എന്ന അർത്ഥത്തിലാണ്. നേരത്തെ ഞാൻ ഒരിക്കൽ പ്രഭാഷണത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ പറയുകയുണ്ടായിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നോ എന്നറിയില്ല, ഈ ഉപനിഷത്തിലെയും വേദത്തിലെയും വ്യാഖ്യാന രീതി 3 തരത്തിലാണ്. ഇപ്പോൾ ഈ സച്ചിദാനന്ദ ബ്രഹ്മത്തിൻ്റെ സ്വരൂപലക്ഷണം വേദം ഉദ്ഘോഷിക്കുന്നത്, വേദങ്ങളും സ്മൃതികളും ധർമ്മശാസ്ത്രങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ശ്രീമദ് ഭാഗവതത്തിലുമൊക്കെ വ്യാഖ്യാനിച്ച് കാണിക്കുന്ന രീതി, അത് 3 തരത്തിലുണ്ട്. ഒന്നാമത്തെ രീതി തത്വകഥനം എന്ന് പറയുന്നതാണ്. തത്വകഥനം എന്ന രീതി ഇതൊരു ശൈലിയാണ്. ഇതിലെന്താ ചെയ്യുക? യഥാർത്ഥമായ വസ്തുവിൻ്റെ സ്വരൂപം അതങ്ങനെ തന്നെ പദങ്ങൾ ഉപയോഗിച്ച് പറയുന്നു. അതിന് പ്രത്യേകിച്ച് ലക്ഷണമോ മറ്റൊന്നും പറയാതെ തന്നെ നേരിട്ടുള്ള കഥനം. ഇപ്പോൾ ഭാഗവതത്തിലെ ശ്ലോകം ഇന്നലെ ഉദ്ധരിച്ചതുപോലെ, തത്വമെന്ന് തത്വവിതഃ വദന്തി, ഭഗവാൻ എന്ന് പറയുന്നു, പരമാത്മാവെന്ന് പറയുന്നു, ബ്രഹ്മമെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ നേരിട്ട് വെളിപ്പെടുത്തുന്ന രീതിയെ തത്വകഥന ശൈലി എന്നാണ് വേദത്തിൽ തന്നെ, വേദത്തിൽ പറയുന്നത് തന്നെയാണ് വേദാന്തത്തിൽ പറയുന്നത്, വേദത്തിൽ പറയുന്നത് തന്നെയാണ്, അതിലൊന്നും മാറാതെ അതേപടിയാണ് ഭഗവാൻ വേദവ്യാസൻ തൻ്റെ പുരാണങ്ങളിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്, കഥാരൂപത്തിൽ ഉപാഖ്യാനങ്ങളോടുകൂടി വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതാണ് ഭാഗവതത്തിൻ്റെയും സാരം. നിഗമകൽപ്പതരുവായ വേദത്തിൻ്റെ അതേ സ്വരൂപം തന്നെ ഫലരൂപത്തിൽ ഭാഗവതത്തിൽ കാണുന്നു എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അത് ആ വഴിക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സ്വരൂപലക്ഷണം എന്ന് എവിടെയൊക്കെ വ്യാഖ്യാനിക്കുന്നുവോ അതിനെ പറയുന്ന ശൈലി നമ്മൾ നോക്കുമ്പോൾ തത്വകഥനമാണ് എന്ന് മനസ്സിലാകും. തത്വകഥനത്തിനുള്ള പ്രത്യേകത, അത് നേരിട്ട് പറയുന്നത് കൊണ്ട് തന്നെ വളരെ സരളമായിരിക്കും. തത്വമസി, അഹം ബ്രഹ്മാസ്മി, ഈശാവാസ്യമിതകും സർവം എന്നൊക്കെ ഉപനിഷത്തുക്കൾ പറയുന്നത് നേരിട്ടുള്ള കഥനമാണ്. ഇതെല്ലാം വേദവാക്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതെല്ലാമാണ് ശരി, ഇതല്ലേ തത്വം, ഇതല്ലേ അറിയേണ്ടത്, പിന്നെ മറ്റെന്താണ് ആവശ്യമായിട്ടുള്ളത് എന്ന് ചിലവർ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് ഈ തത്വകഥനത്തെ മാത്രം വേദമായിട്ട് കണക്കാക്കി, ഉപനിഷത്തായിട്ട് കണക്കാക്കി, അതിലതിരിക്തമായിട്ട് അതിൽ ചേർന്ന് വന്നിട്ടുള്ളത് മറ്റൊന്നും വേദമല്ല, ശാസ്ത്രമല്ല, ജ്ഞാനമല്ല എന്നൊക്കെ പറയുന്നവർ ഇന്നുമുണ്ട്. പക്ഷെ ഇതൊരു ശൈലി മാത്രമാണ് വേദത്തിൻ്റെ. രണ്ടാമത്തെ ശൈലി പറയപ്പെട്ടിട്ടുള്ളത് രൂപക കഥനമാണ്.
രൂപകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്നിനോടൊന്ന് സാദൃശ്യപ്പെടുത്തി ഒന്നിനെ മറ്റൊന്നിനോട് ചേർത്ത് പറയുന്നത്, അതാണ് രൂപകം. പക്ഷെ ഈ രൂപകത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് രൂപകമായതുകൊണ്ട് തന്നെ പലപ്പോഴും വ്യക്തമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. നമുക്ക് പരിചയമുള്ള ഒരു രൂപകത്തോട് ചേർത്തായിരിക്കും അവിടെ വ്യാഖ്യാനിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് പരിചയമുള്ളത് കൊണ്ട് തന്നെ ആ പരിചയമുള്ള വസ്തുവിൽ മനസ്സ് ആകൃഷ്ടമാകുകയും അതിൽ അതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ത് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്യും. ഇത് രൂപക കഥനമാണ്. ഇത്തരം രൂപക കഥനങ്ങൾ അനേകമുണ്ട്. വേദത്തിൽ തന്നെ ഇപ്പോൾ സൂര്യൻ്റെ രഥകൽപ്പന, സൂര്യനൊരു രഥത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന് പറയുക, അതൊരു രൂപകമാണ്. അതുപോലെ പല കഥകൾ, ഉപാഖ്യാനങ്ങളുണ്ട്. ബ്രഹ്മാവ് പ്രജാപതി തന്നെ മകളായിട്ടുള്ള സരസ്വതിയെ വിവാഹം കഴിച്ചു. അതുപോലെ ചന്ദ്രൻ്റെയും താരയുടെയും കഥകൾ, ഇങ്ങനെ കുറേ രൂപകങ്ങളുണ്ട്. ഇതിൽ അവസാനത്തെ ഭാഗത്ത്, നമ്മുടെ ഈ സത്രത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് ഇത്തരം വിവാദിതങ്ങളായ, മനസ്സിലാകാത്ത, നിങ്ങളുടെയൊക്കെ മനസ്സിലൊക്കെ സംശയമായിട്ടുള്ള, എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ സംശയം ഉണ്ടാകുന്നതായിട്ടുള്ള ചില രൂപകങ്ങളുണ്ട്. അതിൻ്റെ ഒക്കെ സാരം, രഹസ്യം പറഞ്ഞു തരാം. അതെങ്ങനെയാണ് വേദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഈ വിഷയത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. അപ്പോൾ സ്വാഭാവികം വ്യാവഹാരിക ദൃഷ്ടിയിൽ നോക്കിയാൽ ഒരു പിതാവ് തൻ്റെ മകളെ തന്നെ ഭാര്യയായി സ്വീകരിക്കുക എന്നുള്ളത് ആസുരിക ലോകത്ത് പോലും സംഭവിക്കുന്നില്ല. അപ്പോൾ അതെങ്ങനെ ബ്രഹ്മാവ് തന്നെ ചെയ്തു, അല്ലേ? ഒരു ഭയങ്കര സംഭവമാണ്, എല്ലാവരും ചോദിക്കുന്ന സംഭവമാണ്. അത് സസ്പെൻസായി ഇരുന്നോട്ടെ, അതിപ്പോൾ ഞാൻ പറയില്ല. കാരണം അത് പറഞ്ഞാൽ പിന്നെ സസ്പെൻസ് പോകും. അപ്പോൾ അത് അവസാനം, ആ കഥകളൊക്കെ അവസാനത്തേക്ക് മാറ്റി വച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, തത്വകഥനം പോലെ, ഇന്നലെ നമ്മൾ ചിന്തിച്ച സച്ചിദാനന്ദ സ്വരൂപമെന്ന ബ്രഹ്മസ്വരൂപ തത്വകഥനം പോലെ തന്നെ വേദത്തിൽ രൂപക കഥനങ്ങളുമുണ്ട്. ഈ കഥയെല്ലാം വേദത്തിലുള്ളതാണ്. ആൾക്കാർ പറയുന്നത് എന്താണ്? നാസ്തികരൊക്കെ പറയുന്നത് എന്താണ്? ഇതൊക്കെ കെട്ടുകഥകളാണ്, ഇതിലൊന്നും ഒരു താല്പര്യമില്ല, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, ഹിന്ദുധർമ്മത്തിൽ ഇത്രയും അന്യായമുണ്ടോ, അല്ലേ? ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആൾക്കാർ അങ്ങനെയൊക്കെ നമ്മളോട് പറയാം. അത് വളരെ രസമാണ്, അതെങ്ങനെയാണത് യോജിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇത് വേദവ്യാസൻ തൻ്റെ മനസ്സിൽ നിന്ന്, തൻ്റെ ചിന്തയിൽ നിന്ന്, തൻ്റെ സ്വാർത്ഥത കൊണ്ട് അല്ലെങ്കിൽ കാവ്യരചനയ്ക്ക് വേണ്ടി ചെയ്തതൊന്നുമല്ല. വേദവ്യാസൻ എഴുതിയിട്ടുള്ള എല്ലാം വേദത്തിൽ അധിഷ്ഠിതമാണ്. അത് കണ്ടുപിടിക്കാൻ, തിരയാൻ ഒരുപാട് ശ്രമം ചെയ്യണം. നമ്മൾ കുറേ കാലം ശ്രമം ചെയ്തിട്ടാണ് കുറച്ചൊക്കെ, കുറേ കഥകളുടെയൊക്കെ സാരം അവിടുന്ന് ഇവിടുന്നുമൊക്കെ ശരിയാക്കാൻ കഴിഞ്ഞത്. ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. പല പല കഥകളുടെയും നമുക്ക് മനസ്സിലാകാത്ത വശങ്ങളുണ്ട്. അതൊക്കെ വേദത്തിലോ മറ്റ് ശാസ്ത്രങ്ങളിലോ എവിടെയാണ് സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക വലിയൊരു റിസർച്ചാണ്. അപ്പോൾ ഈ ഭാഗത്തെ രൂപക കഥനം എന്ന് പറയുന്നു. അപ്പോൾ രണ്ടായി. എന്തൊക്കെയാണ്? ഒന്നാമത്തത് തത്വകഥനം, എല്ലാവർക്കും മനസ്സിലാകും ഇത് തത്വജ്ഞാനമാണ് പറയുന്നതെന്ന്. രണ്ടാമത്തേത് കുറച്ച് ഭ്രമം തോന്നും, കുറച്ച് തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാകും, നല്ല പാണ്ഡിത്യമില്ല, നല്ല വിവേകമില്ല എങ്കിൽ രൂപക കഥനം തിരിച്ചറിയാൻ പറ്റില്ല. മൂന്നാമത്തെ രീതിയാണ് അതിശയോക്തി.
അതിശയോക്തി എന്ന രീതി. അപ്പം എങ്ങനെയാണ് ബ്രഹ്മത്തിൻ്റെ സ്വരൂപം ഈ പല രീതിയിൽ വ്യാഖ്യാനിച്ച് വർണ്ണിക്കുന്നതെന്നാണ്. അതിശയോക്തിയോടുകൂടി പറയും. അതിശയോക്തി എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളത്തിൽ അറിയാവുന്ന കാര്യമാണ്. ചെറിയൊരു സംഗതി, പക്ഷെ അതിനെ ഇങ്ങനെ പെരുപ്പിച്ച് പറയുക, ആശ്ചര്യം അത്ഭുതം മനസ്സിലുണ്ടാകുന്ന ഭാവത്തിൽ പറയുക. അതെന്തിനാ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ആശ്ചര്യമുണ്ടാകുമ്പോൾ അത്ഭുതമുണ്ടാകുമ്പോൾ അത്ഭുതം ഊറുന്ന വാക്കുകൾ കേട്ടാൽ നമ്മുടെ മനസ്സിൽ അത്യാകാംക്ഷ ഉണ്ടാകുകയും അതിയായ ആകാംക്ഷ ഉണ്ടാകുകയും അതെന്തൊരു വലിയ സാധനമാണ് എന്ന ഒരു മനസ്സിലൊരു പെട്ടെന്നൊരു ഉന്മേഷമായിട്ടുള്ളൊരു ചിന്തനം വരികയും ചെയ്യും. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഈ കഥയൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. വേദാന്തത്തിൻ്റെ ആ ഒരു തത്വം മാത്രം ഇങ്ങനെ കേട്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും, പിന്നെ ഉറക്കം തൂങ്ങാൻ തുടങ്ങും, ക്ഷീണം വരും, വെള്ളം കുടിക്കണമെന്ന് തോന്നും, അല്ലെ കാലും കൈയൊക്കെ നിവർത്തണമെന്ന് സ്ട്രെച്ച് ചെയ്യണമെന്ന് തോന്നും, ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷേ എത്ര രസകരമായിട്ടാണ് ഈ വ്യവസ്ഥ വച്ചിരിക്കുന്നത് നോക്കുക. അപ്പം ആ സമയത്ത് ഒരു അതിശയോക്തി ഉണ്ടാക്കുന്ന, ഒരു അത്ഭുതമൂറുന്ന ഒരു കഥ പറഞ്ഞാൽ, ഒരു കഥയോട് ചേർത്ത് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഉന്മേഷവാന്മാരാവും. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് കാരണം അതിനൊരു മനഃശാസ്ത്രമുണ്ട്, അതൊരു ബ്രെയിനിൻ്റെ ഫങ്ഷനാണ്. അങ്ങനെയുള്ള സംഗതികൾ കേൾക്കുമ്പോൾ, പെട്ടെന്ന് തമാശ കേൾക്കുമ്പോൾ, അതുപോലെ അത്ഭുതങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിൽ സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളും ആകാം. അപ്പോൾ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി വളരെ ഫാസ്റ്റാണ്. ആ ബ്രെയിനിൽ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചില ജോയിൻറ്റുകളുണ്ട്. ഇങ്ങനെ പല പ്രവർത്തനം ചേർന്ന് പോകുന്ന ആ ഒരു ജോയിൻറ്റിന് അതിൻ്റെ സിനോപ്സിസ് എന്നൊക്കെ അതിന് പറയും. നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ കണക്ടിവിറ്റി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ കണക്ടിവിറ്റി പെട്ടെന്ന് ആക്റ്റീവാവും. അതിലിങ്ങനെ ബൾബ് കത്തുന്ന മാതിരി കത്താൻ തുടങ്ങും. അങ്ങനെ കത്തിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ഫ്രഷാവും, ഉന്മേഷം ഉണ്ടാകും. ഉന്മേഷം ഉണ്ടായാൽ വീണ്ടും നമുക്ക് കൂടുതൽ ശ്രദ്ധിച്ച് കേൾക്കാൻ സാധിക്കും. പിന്നെയും ഒരു 3/4 മണിക്കൂറോളം സമയം ശ്രദ്ധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, കോൺസെൻട്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും നമുക്കറിയാം, കേട്ടാൽ ബോറടിക്കുന്ന സാധനങ്ങൾ എന്താണ്? കേട്ടിരുന്ന് ഇതെല്ലാം പണ്ടും കേട്ടതാണ്, വീണ്ടും അതുപോലെയാണ്, ഇതിലൊന്നും പുതിയതായിട്ടൊന്നുമില്ല എന്ന് വന്നാൽ കുട്ടികളൊക്കെ ഉറങ്ങിപ്പോകും, അല്ലെങ്കിൽ അവർക്ക് അതിൽ താല്പര്യം ഉണ്ടാകില്ല, അതൊന്നും ഓർമ്മയുണ്ടാകില്ല. പക്ഷെ കുറച്ച് അത്ഭുത രസമൊക്കെ അതിലുണ്ടായാൽ, അതിശയോക്തിയൊക്കെ ഉണ്ടായാൽ നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ വേദത്തിലും ഈ പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ, അതിശയോക്തിയും രൂപകവും എന്നുള്ള പ്രക്രിയ, ഇത് രണ്ടിനെയും ചേർത്ത് സാധാരണ ആൾക്കാർക്ക് വലിയ ബുദ്ധിയും കഴിവും ഓർമ്മശക്തിയും, അല്ലെങ്കിൽ വേദങ്ങൾ മുഴുവൻ പഠിച്ച് കണ്ഠസ്ഥമാക്കി അങ്ങനെ വലിയ മനോനിയന്ത്രണമൊന്നുമില്ല, 1 മണിക്കൂറൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഇരിക്കാനൊക്കെ. അപ്പോൾ അവരെ എങ്ങനെ 2 മണിക്കൂറും 2.5 മണിക്കൂറും ഒക്കെ പിടിച്ചിരുത്താം? എങ്ങനെ അവരെ നിരന്തരം ഈ വിഷയത്തെ തന്നെ, ആത്മാവിനെ കുറിച്ച് തന്നെ ചിന്തിപ്പിച്ചു കൊണ്ടിരിക്കാം എന്നൊക്കെ ആലോചിച്ചിട്ടാകും ഈ രൂപകവും അതിശയവും ചേർത്താണ് ഈ പുരാണങ്ങൾ മുഴുവൻ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഇതിഹാസങ്ങളും പുരാണങ്ങളും ഉണ്ടാക്കിയത് തന്നെ ആ രീതിയിലാണ്. അപ്പോൾ അതിൻ്റെയും മൂലം എവിടെയാണ്? നിഗമങ്ങൾ തന്നെയാണ് അതിൻ്റെ മൂലവും. അവിടുന്ന് തന്നെയാണ് ഈ പ്രക്രിയ വന്നത്. അപ്പോൾ തത്വകഥനം, രൂപകകഥനം, അതിശയോക്തി, ഇതിലെല്ലാം ഉണ്ടാവുക എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാത്തിലും ഉണ്ടാകുക ഒരേ തത്വം തന്നെയാണ്, ഒരേ വസ്തുത തന്നെയാണ്. അവിടെ ഭേദമൊന്നും വരില്ല, അതിൽ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പോൾ സത്തയായിട്ടുള്ള സച്ചിദാനന്ദ ബ്രഹ്മത്തെ തന്നെ ഉപനിഷത്ത് പറയുന്ന ഒരു രീതിയിലായിരിക്കും, വേദാന്തത്തിലെ മറ്റ് ഗ്രന്ഥങ്ങൾ, പ്രകരണ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. അതേ തത്വം ശ്രീമദ് ഭാഗവതത്തിലും മറ്റും വരുമ്പോൾ മറ്റൊരു രീതിയിലായിരിക്കും. അപ്പോൾ അതിനെന്താണ് ഈ പ്രക്രിയ അറിയണം. ഈ പ്രക്രിയ ഞാൻ പറയുന്നത് മെത്തഡോളജി, അതിൻ്റെ രീതി, അതിൻ്റെ ശൈലി, അതിനൊരു ഒരു
വ്യവസ്ഥിതമായ പരിപാടിയുണ്ട്. ആ പരിപാടി എന്താണ്, ആ വ്യവസ്ഥിതമായ എന്താണ് ആ ഒരു ക്രമം എന്ന് മനസ്സിലാക്കിയാൽ എവിടെ അധ്യയനം ചെയ്താലും നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാകും. ഇപ്പം രാമായണം കേൾക്കുമ്പോഴും എത്രയധികം സംശയങ്ങളുണ്ട് അതിൽ. രാമൻ സീതയെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ അച്ഛൻ വനത്തിൽ പോകാൻ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ വനത്തിലേക്ക് പോയത് എന്തുകൊണ്ട്, ഭരതൻ പറഞ്ഞത് എന്തുകൊണ്ട് അനുസരിച്ചില്ല, എന്തെല്ലാം സംശയങ്ങളാണ് രാമായണത്തെക്കുറിച്ച് ഇന്നും നിലനിൽക്കുന്നത്. അതുപോലെ ഭാഗവതത്തെക്കുറിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ കഥകളൊക്കെ, ഭഗവാൻ വെണ്ണ മോഷ്ടിച്ചത് എന്തുകൊണ്ട്, ഭഗവാനായിട്ട് വെണ്ണ മോഷ്ടിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. വസ്ത്രഹരണം ചെയ്തു, അതെന്തുകൊണ്ട്, അതും ഒരു ശരിയായിട്ടുള്ള പ്രവൃത്തിയായിട്ട് ലോകവ്യവഹാരത്തിൽ കാണുന്നില്ല. രാസലീല ചെയ്തു, അതും ശരിയല്ല. മറ്റുള്ളവരുടെ ഭാര്യമാരോടൊപ്പം ശരദ് ഋതുവിലെ പൂർണിമ ദിവസം രാസനൃത്യമാടുക, ഇതൊന്നൊക്കെ ഇന്നൊന്നും പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാലമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തുകൊണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ അല്ലെങ്കിൽ എന്താ പറയുക സംശയം കിടക്കുന്നത്. അവിടെയാണ് ഈ ഭാഗവതവും ഇത്തരത്തിലുള്ള ശാസ്ത്രങ്ങൾ നമ്മുടെ മനസ്സിനെ പിടിച്ച് കെട്ടുന്നത്. അപ്പോൾ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് രസമാണ്. രാസലീല ചെയ്തത് ഭഗവാൻ ശരിയല്ലെങ്കിലും രാസലീലയുടെ കഥകൾ കേൾക്കുന്നത് അല്ലെങ്കിൽ ഗോപികാ ഗീതമൊക്കെ ചൊല്ലുന്നത് വളരെ ഇഷ്ടമാണല്ലോ. ചെയ്തത് തെറ്റാണ് എന്ന് നമ്മളൊരു മറ്റൊരു മനസ്സ് പറയുന്നു, പക്ഷേ എന്നാലും അത് കേൾക്കാൻ കൊള്ളാം. അതിൻ്റെ കഥകളൊക്കെ കേട്ടിരിക്കാൻ ആൾക്കാർക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഈ ബാലലീലകളിൽ എന്തെല്ലാം ലീലകളാണുള്ളത്. ന്യായമായിട്ട് ചെയ്ത ലീലകൾ വളരെ കുറവേ ഉള്ളൂ. എല്ലാ ലീലകളിലും എന്തെങ്കിലും ഒരു അന്യായം കാണുന്നുണ്ട്, നമുക്ക് മനസ്സിലാകാത്ത അന്യായം. അപ്പോൾ ഇതിലെ ചില കഥകളൊക്കെ ഉണ്ട്. അതിൽ ഈ പറഞ്ഞതുപോലെ വേദത്തിൻ്റെ അതിൻ്റെ എന്താണ് സാരമെന്നൊക്കെ നമുക്ക് സമയം കിട്ടുന്നത് പോലെ ഒരു 3-4 നോക്കാം. കാരണം കുറേ കാലത്തെ ശ്രമത്തിന് ശേഷം ഈ 3-4 നമ്മളൊന്ന് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു തരാം. ഇനിയും കുറച്ചുകൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് സമയം വേണം. പല പുസ്തകങ്ങൾ റെഫർ ചെയ്യണം. ഗർഭസംഹിത, അതുപോലെ വേദത്തിലെ പുസ്തകങ്ങൾ, വേദത്തിൽ ഇത് എവിടെയാണ് പറയുന്നത്, എന്താ കഥ, എവിടുന്ന് എന്തൊക്കെ നോക്കുക കുറച്ച് സമയമെടുക്കുന്ന കാര്യമാണ്. അതിലിപ്പോൾ അധികം പേരൊന്നും അങ്ങനെ പരിശ്രമിക്കുന്നുമില്ല. ഞാൻ പല കുട്ടികളോടും PhD ചെയ്യുന്നവരോടൊക്കെ പറഞ്ഞു നോക്കി. അവർ കുറച്ച് പരിശ്രമം ചെയ്താൽ കുറേ കാര്യങ്ങൾ ഇതൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന്. അങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. എവിടെയാണോ ഇത് പറയുന്നത് അവിടെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ സൂചന പോലും നമ്മൾ ശ്രദ്ധിക്കില്ല. കാരണം ആ സൂചന നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമാന്യ ഒരു വാക്യമായിരിക്കും. പക്ഷേ അതിലൂടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ സാധിക്കുമെങ്കിൽ ഇതിൻ്റെ രസം, ഇതിൻ്റെ തത്വം കണ്ടെത്തിക്കോളൂ. അപ്പം അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളുടെ ഒരു വിസ്തൃതമായ രൂപം പറയുമ്പോൾ അവിടെ തത്വജ്ഞാനമാണ് പറയുന്നത്, സച്ചിദാനന്ദ സ്വരൂപ വ്യാഖ്യാനമാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് 3 കഥനങ്ങൾ. അത് ഓർത്തോ, 3 കഥനങ്ങൾ എന്തൊക്കെയാണ്? തത്വകഥനം, രൂപക കഥനം. രൂപക കഥനത്തിന് ഉപമ എന്നും പറയാം, അലങ്കാരം എന്നും പറയാം, അല്ലെങ്കിൽ ദൃഷ്ടാന്തമെന്നും പറയാം. ഇപ്പോൾ രൂപകമെന്ന് പറയുന്നു സാമാന്യ രീതിയിൽ, സാഹിത്യ ഭാഷയിൽ രൂപകമെന്ന് പറഞ്ഞാൽ അത് നന്നായിരിക്കും അതിൻ്റെ ഒരു അർത്ഥം. ഈ 3 രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. 3 രീതി എടുത്തു കഴിഞ്ഞാൽ ഏതൊരു ഗ്രന്ഥം എടുത്താലും, വേദം മുതൽ ഇങ്ങോട്ടുള്ള ഏകദേശം 14 വിഭാഗത്തിലുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഏത് ഗ്രന്ഥമെടുത്താലും അതിൻ്റെ ഒക്കെ ഒരു സാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതാണ്, എങ്ങോട്ടാണ്, എങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ടെക്നിക്കൽ കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി ഇതിനോടൊപ്പം വരുന്ന മറ്റൊരു ടെക്നിക്കൽ കാര്യം കൂടിയുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ ഇതിലെ ഭാഷാരീതിയുണ്ട്. ഭാഷ ഉപയോഗിക്കുന്ന ഭാഷാരീതി അതും 3 തരത്തിലുണ്ട്. സമാധി ഭാഷ, ലൗകിക ഭാഷ,
പരകീയ ഭാഷ. അതിനൊന്ന് രണ്ട് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സമാധി ഭാഷ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പദത്തിൻ്റെ അർത്ഥം അറിയാം. സമാധി എന്ന് പറഞ്ഞാൽ കുറേ യോഗാഭ്യാസങ്ങളൊക്കെ ചെയ്ത് നിരന്തരം ശ്രവണ മനന നിധ്യാസനങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ശമദമ ആദികൾ പ്രാക്ടീസ് ചെയ്ത് ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധികളൊക്കെ ചെയ്ത് ആ സമാധി നല്ലപോലെ അഭ്യസിച്ച് അല്ലെങ്കിൽ അഷ്ടവിധ നവവിധ ഭക്തി ഭാവത്തോടു കൂടി ശ്രവണാദികൾ ചെയ്ത് ഭഗവത് ആരാധന ചെയ്ത് അങ്ങനെ ഭഗവാനിൽ തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കി ഏതായാലും ഏത് മാർഗത്തിലൂടെ ആയാലും യോഗമാർഗമാകട്ടെ ജ്ഞാനമാർഗമാകട്ടെ ഭക്തിമാർഗമാകട്ടെ ഏതിലൂടെ ആയാലും സമാധിയെ പ്രാപിച്ചിരിക്കുന്നവർക്ക് ആ സമാധി അവസ്ഥയിൽ, അപ്പോൾ സമാധി അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നവർക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും. അതെന്താണ്? അവരുടെ മനസ്സ് അത്തരം സൂക്ഷ്മ തത്വങ്ങളെ അറിയാൻ ചിന്തിക്കാൻ അവിടെ ഏകാഗ്രമാകാൻ യോഗ്യമായിരിക്കും. അങ്ങനെയുള്ള മനസ്സായിരിക്കും, അങ്ങനെയുള്ള ബുദ്ധി ആയിരിക്കും അവരുടേത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ശാസ്ത്രങ്ങളിൽ നിന്ന് ഈ കാര്യങ്ങൾ വ്യക്തമാകണമെങ്കിൽ, ശാസ്ത്രങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു പോകണമെങ്കിൽ അതിൻ്റെ വ്യവഹാരിക ദശയിൽ നിന്ന് അപ്പുറത്തെ ദശയിലേക്ക് എത്തണം, അല്ലേ? വ്യവഹാര ദശയെ കടന്ന് അപ്പുറത്തെ ദശയിലേക്ക് എത്തണം. അപ്പോഴാണ് ഭഗവാൻ രാസലീല ആടിയത് എന്തിനെന്നും ചീർഹരണം ചെയ്തത് എന്തിനെന്നും ഒക്കെ മനസ്സിലാകുക. വ്യവഹാര ദിശയിൽ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം തെറ്റ് തന്നെയാണ്. അത് ശരിയാണെന്ന് നമ്മൾ സമർത്ഥിച്ചിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ ശരിയാണെന്ന് സമർത്ഥിക്കുന്നത് അന്യായമാണ്, ലോകത്താർക്കും അത് മനസ്സിലാവില്ല. അത് ശരിയാണെങ്കിൽ പിന്നെ ഇതെങ്ങനെ തെറ്റായി എന്ന് ആൾക്കാർ വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ വ്യവഹാര ദശയ്ക്ക് അപ്പുറത്തൊരു ദശയുണ്ട്, പരമാർത്ഥ ദശ, അല്ലെങ്കിൽ അതിൻ്റെ തത്വമായിട്ടുള്ളൊരു സ്ഥിതി. എന്തിനങ്ങനെ പറഞ്ഞു? അപ്പോൾ ചില സ്ഥലത്ത് കണ്ടല്ലോ, ചില സ്ഥലത്ത് ഇപ്പോൾ പുതിയ ആൾക്കാർ ഈ വലിയ കടകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടെ ഇങ്ങനെ ബോർഡ് എഴുതി വയ്ക്കും. അപ്പോൾ സാധാരണ ബോർഡ് എഴുതുമ്പോൾ ഒരു പേരെഴുതുകയാണെങ്കിൽ ഇപ്പോൾ ഹോട്ടൽ കൃഷ്ണ എന്ന് എഴുതുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ അതിനൊരു ക്രമമുണ്ട്. ഹോട്ടൽ എന്ന് ആദ്യം എഴുതുന്നു, കൃഷ്ണ എന്ന് ആദ്യം എഴുതുന്നു, ചിലവർ കൃഷ്ണ ഹോട്ടൽ എന്ന് എഴുതും. പക്ഷേ അത് കൂടുതൽ അട്രാക്റ്റ് ആവാൻ വേറൊരു വഴിയും കൂടെയുണ്ട്. അത് കുറച്ച് തിരിച്ചും മറിച്ചും സ്പെല്ലിംഗ് ഒക്കെ മാറ്റി എഴുതുക. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ചെറുപ്പക്കാർ പല പല വിദ്യകൾ ഉപയോഗിച്ചിട്ട് അവർ മനഃപൂർവ്വം സ്പെല്ലിങ് തെറ്റായിട്ട് എഴുതും. അപ്പോൾ തെറ്റായിട്ട് എഴുതി കഴിയുമ്പോൾ എന്താണ്, ആ സ്പെല്ലിങ് ആൾക്കാർ ഒരു സ്പെല്ലിങ് ഓർമ്മിച്ച് വയ്ക്കുന്നുണ്ടല്ലോ, അത് തെറ്റായ സ്പെല്ലിങ് എഴുതുമ്പോൾ അത് തന്നെ ആകർഷണമാകും. കുറച്ച് കാലം മുമ്പ് ഞാനൊരു വീഡിയോ കണ്ട്, ഒരു കൂട്ടരെ ഇതുമാതിരി ബോംബെയിൽ എവിടെയാണ്, അവരുടെ കടയിൽ എഴുതിയിരിക്കുന്ന എല്ലാ ഇംഗ്ലീഷിലും അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന പദങ്ങളെല്ലാം തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ വിചാരിച്ചത് എന്തോ ഒരു അബദ്ധമാണെന്ന്. പക്ഷേ അതവർ മനഃപൂർവ്വം എഴുതിയതാണ്. അതുകൊണ്ട് എന്ത് പറ്റി, അത്രയും ആകർഷണം കിട്ടിയ ആ കടയ്ക്ക് അത്രയും ചിലവില്ലാതെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് കിട്ടി. അപ്പോൾ ഇതൊക്കെ ഒരു വിദ്യയാണ്. അതായത് ഇതിനെ തിരിക്കുക, മറിക്കുക, നമ്മളെ ആകർഷിക്കുക, അങ്ങനെയൊക്കെ പറയും. അപ്പം അതുപോലെ ന്യായം പറയേണ്ടടുത്ത് ന്യായം ബോധിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ അന്യായത്തിൻ്റെ മാർഗവും എടുക്കും. എല്ലാവരും അങ്ങനെ കരുതി വച്ചിരിക്കുന്നത് കൊണ്ട്, അങ്ങനെ മനസ്സിലാക്കുന്നത് കൊണ്ട് അങ്ങനെയും സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഈ അതിശയോക്തിയിലും രൂപകത്തിലും പെടുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ സമാധി ഭാഷ എന്തിനു പറയണമെന്ന് ചോദിച്ചാൽ, സമാധി ഭാഷയിൽ എന്തിനു സംസാരിക്കണമെന്ന് ചോദിച്ചാൽ, അത് സൂക്ഷ്മമായ, ഏറ്റവും സൂക്ഷ്മമായ കാര്യങ്ങളെ പറയാനുള്ള ഒരു ഭാഷാ ശൈലിയാണ് സമാധി ഭാഷ. അങ്ങനെയുള്ള സമാധി ഭാഷയും നമ്മുടെ ഭാഗവതത്തിലും അതുപോലെ തന്നെ വേദത്തിലുമൊക്കെ ഉണ്ട്. ഇപ്പോൾ നാ സദാസേത് നോ സദാസേത് തദാനിം തദ്രാജാനോ വ്യോമപരോയത്. ഋഗ്വേദത്തിലൊരു നാസദീയ സൂക്തമുണ്ട്. ഈ നാസദീയ സൂക്തം മുമ്പ് സത്തും ഉണ്ടായിരുന്നില്ല, അസത്തും ഉണ്ടായിരുന്നില്ല, സദസത്തും ഉണ്ടായിരുന്നില്ല, അങ്ങനെയാണ് പറയുന്നത്. ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സത്ത് എന്ന് പറഞ്ഞാൽ അസ്തിത്വം, അസത്ത് എന്ന് പറഞ്ഞാൽ അസ്തിത്വമില്ലായ്മ, സദസത്ത് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേർന്നത്. ഇതൊന്നുമില്ലായിരുന്നു. എന്താ മനസ്സിലാകുക? ഒന്നും മനസ്സിലാകും.
അപ്പോൾ ഇന്നലെ സ്വാമിജി ഇവിടെ രാവിലെ മാണ്ഡുക്യ ഉപനിഷത്തിലെ വളരെ സുന്ദരമായ ആ മന്ത്രം ഉച്ചരിച്ചിരുന്നു. നാന്തപ്രജ്ഞം ന ബഹിഷ്പ്രജ്ഞം നോഭയദപ്രജ്ഞം ന പ്രജ്ഞം നാപ്രജ്ഞം ന പ്രജ്ഞാനഘനം അദൃശ്യമവ്യവഹാര്യം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സ വിജ്ഞേയഃ അന്യത്ര വിദിതാത് യസ്യാമതം ന തസ്യ മതം മതം യസ്യ ന വേദസഃ അവിജ്ഞാതം വിജാനതാം വിജ്ഞാതം അവിജാനതാം. ഇതൊക്കെ വേദത്തിലെ മന്ത്രങ്ങളാണ്. ഇതെല്ലാം സമാധി ഭാഷയിൽ പറയുന്ന മന്ത്രങ്ങളാണ്. അതായത് ന അന്തപ്രജ്ഞം ന ബഹിഷ്പ്രജ്ഞം ന ഉഭയദപ്രജ്ഞം ന പ്രജ്ഞാനഘനം എന്ന് എല്ലാത്തിനെയും നിരാകരിച്ചു പോകുന്നു. അതിന് ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. പക്ഷേ എല്ലാത്തിനെയും നിരാകരിച്ചുകൊണ്ട് അവസാനം അദ്വൈതം ശിവം ശാന്തം ചതുർത്ഥം മന്യന്തേ സഹാത്മാ സവിജ്ഞേയഃ എന്ന് പറഞ്ഞു നിർത്തുന്നു. അപ്പോൾ സാധാരണ നമ്മളെടുത്ത് വായിച്ചു നോക്കിയാൽ ഇത് പറയുന്ന പദങ്ങളൊക്കെ മനസ്സിലാകും, പക്ഷേ അതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാകും. കേനോപനിഷത്ത് പറയുന്നത് അതിലും രസകരമായിട്ടാണ്. അന്യത്ര വിദിതാത് അന്യത്ര അവിദിതാത്. എന്തൊക്കെ നിങ്ങൾ അറിഞ്ഞുവോ ആ അറിഞ്ഞതിനും അപ്പുറത്താണ്. അപ്പോൾ സാധാരണ രീതിയിൽ അറിഞ്ഞതിനപ്പുറത്ത് എന്തായിരിക്കും? അറിയാത്തതായിരിക്കുമല്ലോ. സാധാരണ നമുക്ക് അറിയില്ല എന്നുള്ളതുകൊണ്ട് അറിയാത്തത്. പക്ഷേ പറയുന്നു, ഉടനെ തന്നെ പറയുന്നു, അറിയാത്തതിനും അപ്പുറത്താണ്. അപ്പോൾ അറിയാത്തതിനപ്പുറത്ത് എന്തായിരിക്കും? അറിഞ്ഞതായിരിക്കും. ഇത് രണ്ടിലേ ആവുള്ളൂ. ഒന്നേ അറിയുക അല്ലെങ്കിൽ അറിയാതിരിക്കുക. അറിഞ്ഞതിനപ്പുറത്തത് അറിയാത്തത്, അറിയാത്തതിന് ഇപ്പുറത്തത് അറിഞ്ഞത്. പക്ഷേ ഇത് രണ്ടുമല്ല എന്നാണ് പറയും. ഇതെന്താ മനസ്സിലാവുക? ഏത് ഭാഷയിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയാലും വായിക്കുന്നവർക്ക് ഒന്നും മനസ്സിലാവില്ല. ഇപ്പം മലയാളത്തിലാണെങ്കിൽ അറിഞ്ഞതിനും അപ്പുറത്ത് അറിയാത്തതിനും അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വായിക്കുന്ന ഒരു കുട്ടിക്ക് മനസ്സിലാവുക? അവർ വിചാരിക്കും ഈ ഭാഷയിൽ എന്തോ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്, കാരണം മനസ്സിലാകുന്നില്ല. അതാണ് സമാധി ഭാഷ. പിന്നെ അവിടെ തന്നെ മറ്റൊരു സൂത്രവും കൂടി പറയുന്നുണ്ട്. ഗുരുവിൻ്റെ അടുക്ക് ശിഷ്യൻ പോകുന്നു. ശിഷ്യൻ പോയി ചോദിക്കുകയാണ്, അല്ലയോ ഗുരവേ, ഞാൻ കുറേ കാലമായ സാധന അനുഷ്ഠിക്കുന്നുണ്ട്, വേദാന്ത ശ്രവണമൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കൊരു സംശയം. ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന് തോന്നുന്നു, ഒരു വേള തോന്നുന്നു. പക്ഷെ ഇത് എങ്ങനെയാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക? ഈ ആരാണ് എൻ്റെ ഉള്ളിലിരുന്നതൊക്കെ അനുഭവിപ്പിക്കുന്നത്? ഞാൻ അറിയാതെ ആരോ എൻ്റെ ഉള്ളിലിരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നത് പോലെ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നു. അപ്പോൾ ചോദിക്കുന്നു, കേനേഷിതം പതതിപേഷിതം മനഃ കേന പ്രാണ പ്രഥമ പ്രേതിയുക്തഃ കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കഹുദേവോ ഇനക്തി. യഥാർത്ഥ ആത്മജിജ്ഞാസുവായിട്ടുള്ള ഒരു ശിഷ്യന്റെ ചോദ്യമാണ്. അങ്ങനെ ഒരു ശിഷ്യനെ എങ്ങനെ ചോദിക്കാൻ സാധിക്കും? ഗുരോ, എൻ്റെ ഉള്ളിൽ ആരിരുന്നു കൊണ്ടാണ് ഈ വർത്തമാനം പറയുന്നത്? ആരാണ് ഇരുന്നു കൊണ്ട് ചിന്തിക്കുന്നത്? ആരാണ് ഈ പ്രാണനെ ചലിപ്പിക്കുന്നത്? ആരാണ് കേൾക്കുന്നത്? ആരാണ് കാണുന്നത്? ഇതൊക്കെ എൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത് ആരാണ്? ഈ മനസ്സാണെങ്കിൽ ആരാലോ പ്രേരിതമായിട്ട് പ്രവർത്തിക്കുന്നത് പോലെയാണ് ഇത് ഓടി ഓടി പ്രവർത്തിക്കുന്നത്. ആരോ വടിയെടുത്ത് പുറകെ നിൽക്കുകയാണ്, പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞ് വളരെ തീവ്രമായിട്ട് മനസ്സ് പ്രവർത്തിക്കുന്നു. കേനേഷിതം പതതി പ്രേഷിതം മനഃ. എന്തൊരു അദ്ഭുതമായ ചോദ്യം നോക്കും. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാൻ തോന്നുമോ? ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക്, ഏതെങ്കിലും ഒരു കുട്ടിക്ക്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അങ്ങനെ ചോദിക്കാനുള്ളൊരവസരം ഉണ്ടാവുമോ? ഇല്ല. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് സുവ്യക്തമായിട്ട് അറിയാം, സംശയമൊന്നുമില്ല. അങ്ങനെ ചോദിച്ച ആ ശിഷ്യനോടാണ് ഗുരു പറയുന്നത്, നോക്കൂ,
ഇങ്ങനെയൊന്നും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല, അത് ആരാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം ഗുരു പറഞ്ഞ ഉത്തരം എന്താണ്? ചക്ഷുഷശ്ചത്രോ ശ്രോത്രശ്ചത്രോത്രം മനസോ യത് മനോ വിതുഹു. അത് ചക്ഷുവിൻ്റെയും ന തത്ര ചക്ഷുർ ഗച്ഛതി ന വാഗ് ഗച്ഛതി നോ മനഃ ന വിദ്മഃ ന വിജാനീമഃ യദേതദനുശിഷ്യാദ് അന്യദേവ തദ്വിദിതാദ് അധോ അവിദിതാദധീ. ഇത് ആ ചോദ്യത്തിന് ഗുരു പറയുന്ന ഉത്തരമാണ്. ഇതെല്ലാം സമാധി ഭാഷയിലാണ്, നിങ്ങൾക്കൊന്നും മനസ്സിലാകും. പക്ഷെ ഇത് ഉപനിഷത്താണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ദീർഘകാലമായ അധ്യയനം വേണം, ഒരു തപസ് വേണം, ഒരു 1-2 PhD എടുക്കണം. എന്നാൽ മാത്രമേ ഈ ഭാഷാ ശൈലി മനസ്സിലാവുള്ളൂ. വളരെ സിമ്പിളാണ്, പക്ഷെ മനസ്സിലാവില്ല. ഇപ്പോൾ പല കുട്ടികളും, നമ്മുടെയൊക്കെ വിദ്യാർത്ഥികളൊക്കെ പലരും ഇതേപോലെ സംസ്കൃതം പഠിക്കാനും ഒക്കെ പോകുന്നു, വേദാന്തം പഠിക്കുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് ഒരു ഹരമാണ്, വേറെ വിഷയമൊന്നും റിസർച്ച് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ വേദാന്തമാണ് എടുക്കുന്നത്. കാരണം വേദാന്തമാകുമ്പോൾ സംഗതി എളുപ്പമുണ്ട്. പിന്നെ ഈ പഠിപ്പിക്കുന്ന ആളിനും പഠിക്കുന്ന ആളിനും കേൾക്കുന്ന ആളിനും വായിക്കുന്ന ആളിനും ആർക്കും ഒന്നും മനസ്സിലാവണമെന്നില്ല. അത് ഈ പറയുന്ന പദങ്ങളും വാക്യങ്ങളൊക്കെ കുറച്ചുണ്ടായാൽ മതി. കാരണം ആരും ചോദിച്ചില്ലല്ലോ, നിങ്ങൾ ബ്രഹ്മത്തെ അറിഞ്ഞിട്ടാണോ ഇതെല്ലാം എഴുതിയിരിക്കുന്നത്, ആത്മാവിനെ അറിഞ്ഞിട്ടാണോ നിങ്ങൾ റിസർച്ച് ചെയ്തത്. ഒരു റിസർച്ച് അതിന് ആർക്കും അതിന് ഉത്തരം പറയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് പ്രശ്നമില്ല. കാരണം ചോദിക്കുന്നവർക്കും അറിയില്ല, പറയുന്നവർക്കും അറിയില്ല. അതുകൊണ്ട് ഒരുപാട് പേര് ഇപ്പോൾ ഇതിൽ റിസർച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ നിങ്ങളൊക്കെ പരിചയക്കാരിൽ പലരും ഉണ്ടാവും. ആര് ചോദിച്ചാലും വേദാന്തത്തിലാണ് റിസർച്ച്. ഞാൻ ഇവിടെ ചോദിക്കുന്നത്, നിങ്ങൾ വേദാന്തത്തിൽ എന്താ പഠിച്ചത്? അത് നമ്മൾ റിസർച്ച് ചെയ്യുന്നു. പഠിച്ചത് വ്യാകരണമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആയിരിക്കും പഠിച്ചത്. പക്ഷേ റിസർച്ച് ചെയ്യാൻ വേദാന്തം സെലക്ട് ചെയ്തു. കാരണം വ്യാകരണത്തിലൊക്കെ റിസർച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനൊന്നും കുട്ടികൾക്ക് ശ്രമിക്കാൻ താല്പര്യമില്ല. അവർ പറയണത് വ്യാകരണത്തിൽ റിസർച്ച് ചെയ്യാനുള്ള എല്ലാം റിസർച്ച് ചെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പോൾ ചാൻസ് ഇല്ല റിസർച്ച് ചെയ്യാൻ. ന്യായത്തിലൊന്നും റിസർച്ച് ചെയ്യാൻ ആരും തയ്യാറാവില്ല. അതൊക്കെ ഗംഭീര വിഷയങ്ങളാണ്. ഇപ്പോൾ ഇത് തന്നെ നോക്കൂ, പുരാണങ്ങളിലെ വേദവും പുരാണങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അത് റിസർച്ച് ചെയ്യേണ്ട ഒരു വലിയൊരു വിഷയമാണ്. അതിനെ കണ്ടുപിടിക്കുക. കാരണം ഇതൊക്കെ പണിയെടുക്കേണ്ട കാര്യങ്ങളാണ്. അതൊന്നും ആവശ്യമില്ല. അപ്പോൾ വേദാന്തത്തിൽ ചെയ്യും. അപ്പോൾ ചോദിക്കുമ്പോൾ വേദാന്തത്തിൽ PhD ഡോക്ടറേറ്റിന് വേദാന്ത എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ ആയി. പിന്നെ നമ്മളൊന്ന് വേറൊന്നും ചോദിക്കണ്ട. അത് ഏത് വിഷയമാണോ എന്തെന്ന് വെച്ച്, കാരണം ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇത് ഈ വേദാന്തം പറയുന്നത് മുഴുവൻ സമാധി ഭാഷയിലാണ്. സമാധി അറിയാതെ, സമാധി അഭ്യസിക്കാത്തൊരു മനസ്സിന്, ധ്യാനം അഭ്യസിക്കാത്തൊരു മനസ്സിന് ഒരിക്കലും അത് മനസ്സിലാകില്ല. ഈ ചോദ്യം തന്നെ മനസ്സിലാകില്ല. ആ ശിഷ്യൻ ചോദിച്ച ചോദ്യം തന്നെ മനസ്സിലാകില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, ന തത്ര ചക്ഷുർ ഗച്ഛതി ന വാഗ് ഗച്ഛതി നോ മനഃ ന വിദ്മഃ. നോക്കൂ, നീ ചോദിച്ച ആ ചോദ്യം ഉണ്ടല്ലോ, അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അവിടെ ചക്ഷു എത്തില്ല, കണ്ണിന് കാണാൻ കഴിയില്ല, മനസ്സിന് എത്താൻ കഴിയില്ല. പിന്നെ മനസ്സിനും കണ്ണിനും നാവിനും ഒന്നും എത്താൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? ന വിദ്മഃ, അതിനെ നമ്മൾ അറിയുന്നില്ല, എനിക്കറിയില്ല. ന വിജാനീമഃ, വിശേഷ രൂപത്തിലും ഞാൻ അറിയുന്നില്ല. സാമാന്യമായിട്ടും അറിയില്ല, വിശേഷമായിട്ടും അറിയില്ല. ഗുരു പറയുന്ന ഉത്തരാണ്. പിന്നെ ഇപ്പം എങ്ങനെയാ അറിയാ? അപ്പോൾ പറയുന്നു, അത് നമ്മുടെ ഗുരുക്കന്മാർ, നമ്മുടെ പൂർവികരൊക്കെ ഇങ്ങനെയാണ് അത് പഠിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ ഗുരുക്കന്മാരൊക്കെ ഇങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്താണ്? അന്യത്ര വിദിതാത് അവിദിതാത് അധി. അത് എല്ലാ അറിവും അറിഞ്ഞതിൽ നിന്നെല്ലാം പുറത്താണ്. അവിദിതം, അറിയാത്തതിൽ നിന്നും അത് പുറത്താണ്. അറിയാത്തതിനും അപ്പുറത്ത്, അറിഞ്ഞതിനും അപ്പുറത്ത് എന്നാണ് ആ നീ ചോദിച്ച തത്വത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ, അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി അത് റോങ് ആണ്, തെറ്റാണ്. കാരണം അറിയാൻ പറ്റാത്തതിനെ എങ്ങനെ അറിഞ്ഞു? പറയാൻ പറ്റാത്തതിനെ എങ്ങനെ പറഞ്ഞു? അല്ലേ? അപ്പോൾ ഗുരു കള്ളം പറയുന്നില്ല. ഇന്നിപ്പോൾ ഏതെങ്കിലും ഗുരുക്കന്മാർക്ക് ഇങ്ങനെ ഒരു ധൈര്യം ഉണ്ടോ? ഇങ്ങനെ പറയാൻ ആർക്കും പറ്റില്ല. അറിഞ്ഞുകൂടാ എങ്കിലും അറിയാവുന്ന കൽപ്പിക്കും, എന്നിട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങും. കുട്ടികളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തും. കാരണം അല്ലെങ്കിൽ ജോലി പോയാലോ ശമ്പളം പോയാലോ എന്നുള്ള പേടി. പക്ഷെ ഇവിടെ ഗുരു അങ്ങനെ ചെയ്യുന്നില്ല. ഗുരു പറഞ്ഞു, ന വിദ്മഃ ന വിജാനീമഃ. അതെനിക്കറിയില്ല, എനിക്കറിയാമെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താണ്? എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്നത് അത് അറിയുന്നതിൽ നിന്നും
അറിയപ്പെടുന്നതിൽ നിന്നും അറിയപ്പെടാത്തതിൽ നിന്നും രണ്ടിൽ നിന്നും ഭിന്നമാണ്. അത് അറിവാകുന്ന സ്വരൂപമാണ്. ഇതാണ് ഭാഷാശൈലി. ഈ ശൈലിയാണ് സമാധി ഭാഷ എന്ന് പറയുന്നത്. ഇത് ആ തലത്തിലുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഇത് വേദത്തിൽ പറയുന്ന ഭാഷയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തത്വകഥനവും രൂപകഥനവും അതിശയോക്തിയും പോലെ ഭാഷാശൈലിയാണ്. അത്യന്ത സൂക്ഷ്മമായതിനെ അങ്ങനെ പറയും. ഇപ്പോൾ ശ്രീമദ് ഭഗവത്ഗീതയിലൊക്കെ നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഹ എന്നൊക്കെ പറഞ്ഞതും വേദാവിനാശിനം നിത്യം യേനമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഘാതയതി ഹന്തികം. ഒരാളോട് നേരിട്ട് കൊല്ലാൻ പറഞ്ഞിട്ട് അർജുനനോട് യുദ്ധം ചെയ്യൂ, നിന്റെ ശത്രുക്കളെ ഹനിക്കൂ, ധർമ്മത്തെ രക്ഷിക്കൂ എന്നാണ് വീണ്ടും വീണ്ടും ഭഗവാൻ പറയുന്നത്. അങ്ങനെയുള്ള ഒരാളോട് അർജുനനോട് നീ കൊല്ലണം, കൊന്നേ മതിയാവൂ, അത് നിന്റെ കർത്തവ്യമാണ്, അത് ചെയ്തില്ലെങ്കിൽ നീ കർത്തവ്യ വിമുഖനാകും, നിനക്ക് ലോകത്ത് അപയശസ്സുണ്ടാകും, അപകീർത്തി ഉണ്ടാകും, അതുകൊണ്ട് നീ ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് അയാളോട് പറയുകയാണ് കം ഘാതയതി ഹന്തികം. ആരെ കൊല്ലുന്നു? കൊല്ലുന്നവനുമില്ല, കൊല്ലപ്പെടുന്നവനുമില്ല, കൊല്ലാൻ പ്രേരണ ചെയ്യുന്നവനുമില്ല. ഇതെങ്ങനെയാണ് മനസ്സിലാവുക? അപ്പം ഇത് ആ സമാധി ഭാഷയുടെ ശൈലിയാണ്. ഇനി അത് കഴിഞ്ഞാൽ ലൗകിക ഭാഷ. ലൗകിക ഭാഷ എന്ന് പറയുന്നത് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്, സാമാന്യ രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷ. അങ്ങനെയും ഭാഷാശൈലി വേദത്തിലുണ്ട്. ആ ഭാഷാശൈലി ഭാഗവതത്തിലും പുരാണത്തിലും എല്ലാ സ്ഥലത്തും ഉണ്ട്. ദ്വാ സുപർണ സയുജ സഖായ സമാനം വൃക്ഷം അഭിഷസ്വജാതേ. ഇങ്ങനെ ഒരു പദം വന്നു, എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. ഒരു വൃക്ഷം, വൃക്ഷത്തിന് എല്ലാവരും നമ്മൾ കണ്ടിട്ടുണ്ട്, വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിൽ രണ്ട് പക്ഷികൾ വന്നിരിക്കുന്നു. ആ രണ്ട് പക്ഷികൾ വന്നിരിക്കുന്നു. ആ വൃക്ഷത്തിൽ അനേകം ഫലങ്ങളുണ്ട്. അത് മാവോ അല്ലെങ്കിൽ പേരയ്ക്കാമരമോ അങ്ങനെ ഏതെങ്കിലും പഴങ്ങളൊക്കെ ഉള്ളൊരു മരം. അതിൽ രണ്ട് പക്ഷികൾ വന്നിരിക്കുന്നു. ഒരു പക്ഷി, രണ്ടും കൂട്ടുകാരായിട്ടുള്ള പക്ഷികളാണ്. ഒരു പക്ഷി ആ ഫലങ്ങളൊക്കെ കൊത്തി തിന്നുകൊണ്ടേയിരിക്കുന്നു. മറ്റേ പക്ഷി ഒന്നും ചെയ്യാതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇത് വളരെ സരളമായ ഭാഷയാണ്. ഇതിനെ ലൗകിക ഭാഷ എന്നാ പറയാം. അപ്പോൾ ഇനി ആ പക്ഷികൾ രണ്ടുപേർ ആരാണ് എന്ന് ചോദിച്ചാൽ, ഈ ശരീരമാണ് വൃക്ഷം, ശരീരത്തിലെ ഒരു ഭാഗമാണ് ഹൃദയം. ആ ഹൃദയം എന്ന ശാഖയിൽ, വൃക്ഷത്തിൻ്റെ ശാഖയിൽ ജീവാത്മാവും പരമാത്മാവും എന്ന രണ്ട് പക്ഷികളിരിക്കുന്നു. ജീവാത്മാവ് ഫലങ്ങളെല്ലാം ഭുജിച്ചു കൊണ്ടിരിക്കുന്നു. പരമാത്മാവ് വെറുതെ സാക്ഷി രൂപത്തിൽ സാക്ഷി ചെയ്ത കേവലോ നിർഗുണശ്ച എന്ന ഭാവത്തിൽ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇത് നമുക്ക് മനസ്സിലാകും, ഒരു കൺഫ്യൂഷനുമില്ല. ഈ ശൈലിയാണ് ലൗകിക ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഉപാഖ്യാനങ്ങളിലാണ് നമ്മളിപ്പോൾ ഭാഗവതത്തിലൊക്കെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ പുരഞ്ജന ഉപാഖ്യാനം ഇതൊക്കെ വരുന്നത് ഈ ലൗകിക ഭാഷാ ശൈലിയിലാണ്. പുരഞ്ജനനുണ്ടായ ആസക്തി, അയാളുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ, അയാൾ ആസക്തിയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട്, കാമത്തെ പ്രാപിക്കാൻ എന്തൊക്കെയാണ് ചെയ്തതൊക്കെയുള്ള കഥകൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയാണ്. അപ്പോൾ ഈ രീതിയിൽ ഈ രീതിയിലാണ് ഏറ്റവും അധികം പുരാണങ്ങളോട് നമ്മളോട് സമ്പാദിക്കുന്നത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഇവിടെ എളുപ്പമാണ് കാര്യങ്ങൾ, ചിന്തിക്കാനൊന്നുമില്ല. ഇതേ രീതിയിൽ സമാധി ഭാഷയിൽ പറഞ്ഞാൽ, ഇതിനിടയ്ക്കിടയ്ക്ക് സമാധി ഭാഷയിൽ പറയുന്നുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കില്ല, അത് നമ്മൾ കേൾക്കുകയില്ല. ആ ശ്ലോകങ്ങൾ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. കാരണം എന്താണ്? അത് സമാധി ഭാഷ ആയതുകൊണ്ട് തന്നെ അത് വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കിപ്പിക്കാനും ബുദ്ധിമുട്ടാണ്. വലിയ ഒരു ദീർഘമായ പ്രഭാഷണം വേണ്ടി വരും ഒരു ശ്ലോകം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് ആൾക്കാർ പ്രവേശിക്കില്ല. ലൗകിക ഭാഷയിലുള്ളത് ഇങ്ങനെ പറയും, കഥ പറയും, നമ്മളത് വായിക്കും, രസിക്കും, അതിലുള്ള നടക്കുന്നു. ഇപ്പോൾ രുക്മിണി സ്വയംവരം വിവാഹമൊക്കെ നടത്തുന്നില്ലേ, അതൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. അപ്പോൾ രുക്മിണി അവിടെ സ്വയംവരമാണ് ചെയ്തത്, പക്ഷേ ഇവിടെ നമ്മൾ വിവാഹം നടത്താനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രാർത്ഥനകളോ ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാകുന്നതാണ്, പെട്ടെന്ന് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി രുക്മിണി സ്വയംവരത്തിൻ്റെ തത്വം എന്താണ്, രുക്മിണി സ്വയംവരത്തിൻ്റെ വേദമന്ത്രം എന്താണ്, ഈ വേദവുമായിട്ട് രുക്മിണി സ്വയംവര എന്ന് പറയുന്ന ആ കർമ്മം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൻ്റെ മുകളിൽ മാത്രം ഒരു PhD ചെയ്യാൻ പറ്റും, അത് മാത്രം എടുത്ത്. അത്രയും വലിയ
റിസർച്ച് അതിൽ ഉണ്ടായി. 4-5 വർഷം റിസർച്ച് ചെയ്താൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിന് ഉത്തരം കണ്ടെത്താൻ പറ്റും. പക്ഷെ ഉത്തരം അവിടെ തന്നെ ഉണ്ടാവും, അത് കണ്ടെത്തണം. അപ്പോൾ ഇതാണ് ലൗകിക ഭാഷാ ശൈലി. നമ്മൾ പെട്ടുപോകുന്നത് ഈ ലൗകിക ഭാഷാ ശൈലിയിലാണ്. ഇപ്പം ഞാനീ സംസാരിക്കുന്ന ഏത് ഭാഷയിലാണ്? ലൗകിക ഭാഷയിലാണല്ലോ. ഞാൻ ലൗകിക ഭാഷയിലാണെന്ന് വിചാരിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിച്ച്. സമാധി ഭാഷയിലല്ല ഏതായാലും. അപ്പോൾ അങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് ഞാൻ പറയുന്നത്. എനിക്ക് മലയാളം അത്ര ഒരു വശം എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഫ്ലുവൻ്റ് അല്ല. കാരണം മലയാളത്തിൽ നമ്മൾ വളരെ കുറച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ മറ്റു ഭാഷകളും കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഇപ്പോൾ എന്താണ് മാതൃഭാഷ ആയതുകൊണ്ട് അബദ്ധമില്ലാതെ അങ്ങനെ പോകുന്നു എന്നുള്ളൂ. അപ്പോൾ ആ വൊക്കാബുലറിയൊക്കെ കുറവാണ്. അപ്പോൾ കുറേ ദിവസം നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ അതെല്ലാം വ്യവസ്ഥിതമായി വരുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതുണ്ടെന്നുള്ള വലിയൊരു സമാധാനം. അപ്പോൾ ഇത് ലൗകിക ഭാഷ. ഇനി മൂന്നാമത്തേത് എന്താണ്? പരകീയ ഭാഷ. പരകീയ ഭാഷ എന്ന് പറഞ്ഞാൽ വ്യംഗ്യമായിട്ട് പറയുക, വളച്ചൊടിച്ച് പറയുക. പറയുന്നു, പക്ഷേ വ്യംഗ്യമായിട്ടാണ് പറയുന്നത്. വ്യംഗ്യഭാഷ എന്ന് പറയും. പറയുന്നതൊന്ന് കേൾക്കുന്ന ആൾ മറ്റൊന്ന് വിചാരിക്കും, മറ്റൊന്ന് അതിൽ നിന്ന് മനസ്സിലാക്കും. ഇപ്പോൾ വീട്ടിൽ ഒരു അതിഥി വന്നു, 2 പേര് വന്നു. അപ്പോൾ ഭർത്താവ് ഉമ്മറത്തിരിക്കുകയായിരുന്നു. ഭർത്താവ് ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ച് പറയാണ്, ആ ചായയും കടിയും കൊടുക്കണം കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറയും, ചായയും കടിയും കൊടുക്കണമെന്ന്. അപ്പോൾ അകത്തുനിന്ന് ഭാര്യയ്ക്ക് മനസ്സിലാകും ചായയും കടിയും ഉടനെ ഉണ്ടാക്കണ്ട എന്നാണ് ഭർത്താവ് പറയുന്നതിന് താല്പര്യം. അവർ പെട്ടെന്ന് പോവുകയാണെങ്കിൽ ചായയും കടിയും ഒഴിവാക്കാം. ആ ഒഴിവാക്കാം എന്നതാണ് പറയുന്നത്. പക്ഷെ പറയുന്നത് ഉണ്ടാക്കിക്കോളൂ എന്ന് ആവർത്തിച്ച് പറയും. അതെപ്പോഴും ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും വീട്ടിൽ നിങ്ങൾ പോകുമ്പോൾ വീണ്ടും വീണ്ടും ചായ കുടിക്കൂ എന്ന് പറയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിലെന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് വീണ്ടും വീണ്ടും ചായ കുടിക്കൂ എന്ന് പറയില്ല. അല്ല, നിങ്ങൾ പെട്ടെന്ന് പോവുകയല്ലേ എന്നാണ് ചോദിക്കുന്നത്. എത്ര സമയം നിങ്ങളുണ്ട്, പെട്ടെന്ന് പോവുകയല്ലേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ പറയുന്നത് ചായ കുടിക്കാനും ഇരിക്കാനും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയുണ്ട്. വ്യംഗ്യഭാഷ എന്നതിന് പറയാം. അപ്പോൾ പരകീയ ഭാഷ എന്ന് ഒരു ശാസ്ത്രീയ നാമമാണ് പരകീയ ഭാഷ. അപ്പോൾ അതെങ്ങനെയുണ്ടാവുക എന്ന് വെച്ചാൽ അസംഭാവിതമായ വിഷയത്തെ പറഞ്ഞ്, ഒരിക്കലും സംഭവിക്കില്ല, ഒരിക്കലും മനസ്സിലാക്കാനേ നമുക്ക് പറ്റില്ല, അത്രയും ദൂരെ നമുക്ക് നിൽക്കുന്നതായിട്ടൊരു വിഷയത്തെ പറഞ്ഞ് അതിലൂടെ എന്തെങ്കിലും ഒരു ശാസ്ത്രം, ഒരു വിശേഷ കാര്യം അതിലൂടെ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ ഒരിക്കലും നമുക്ക് ചിന്തിക്കാനേ പറ്റാത്തൊരു രീതി അതിലൂടെ മറ്റൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. മൊത്തം കൺഫ്യൂഷനായിരിക്കും. അങ്ങനെയുള്ള ഭാഷയാണ് പരകീയ ഭാഷ എന്ന് പറയും. അതിനൊരു ഋഗ്വേദത്തിലെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഉദാഹരണമുണ്ട്. ചത്വാരി ശൃംഗാ ത്രയോസ്യ പാദാഃ ദ്വേ ശീർഷേ സപ്ത ഹസ്താസോ ത്രിധാ ബദ്ധോ വൃഷഭോ രോരവീതി മഹോദേവോ മത്യാം ആവിവേശ. ഒരു വൃഷഭത്തെക്കുറിച്ച് പറയുകയാണ്. വൃഷഭം അവിടെ കർമ്മഫലമായിട്ട് അല്ലെങ്കിൽ ധർമ്മമായിട്ട് ഒക്കെയാണ് കൽപ്പിച്ച ഒരു വൃഷഭമുണ്ട്, കാള. ഇനി ആ കാളയെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. ഇത് വേദത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. ഒന്നും മനസ്സിലാവില്ല, മൊത്തം കൺഫ്യൂഷനാണ്. അപ്പോൾ ഈ പാശ്ചാത്യ ആൾക്കാരിപ്പോൾ ഈ വേദത്തെ വ്യാഖ്യാനിച്ചവരുണ്ടല്ലോ, അവർ ഇത്തരം സ്ഥലങ്ങളിൽ വേദത്തെ കണ്ടപ്പോൾ അവർ വിചാരിച്ചത് ഈ വേദത്തിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്. ചാർവാകന്മാർ പറയുന്നത് പോലെ ഭ്രാന്തരും മതോന്മത്തരും തലയ്ക്ക് വെളിവില്ലാത്തവരുമാണ് വേദം എഴുതിയെന്നാണ് ചാർവാകന്മാർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവർ സൂത്രം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വേദം ഉണ്ടാക്കിയവർക്കൊന്നും തലയ്ക്ക് നല്ല വെളിവുണ്ടായിരുന്നില്ല. അവരെന്തൊക്കെയോ പറഞ്ഞു വെച്ചു. അതെന്നിട്ട് ആൾക്കാരെടുത്ത് ദിവസവും ഉച്ചരിച്ചോളാൻ പറഞ്ഞു. കുറച്ച് കൂട്ടർ രാവിലെ എഴിച്ച് കുളിച്ച് ജപിച്ച് എന്താ പറയുക, ക്ലീൻ ദേവാരമൊക്കെ കഴിഞ്ഞ് ഇത് ഉച്ചരിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ ഒരു ഭ്രാന്തന്മാരുടെ ഒരു പരമ്പര എന്നാണ് ചാർവാകർ വേദത്തെക്കുറിച്ച് പറഞ്ഞത്. അതിന് കാരണം അവർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. ഒന്ന്, അവർക്ക് ഭാരതീയ സംസ്കാരമില്ല. വേദത്തിലെ വിഷയങ്ങൾ മുഴുവൻ സംസാരിക്കുന്നത് വിഷയമായിട്ട്, ഇപ്പോൾ ലൗകിക ഭാഷയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് ഭാരതീയമായ രീതിയിലാണ്. അതിൻ്റെ തത്വജ്ഞാനത്തിന് വ്യാപ്തി, അതിനൊരു പരിധിയൊന്നുമില്ല. അത് ലോകത്തിൻ്റെ തന്നെ തത്വജ്ഞാനമാണ്.
അതിലെ കർമ്മങ്ങളും മറ്റുമൊക്കെ സംസാരിക്കുന്നത് ഭാരതീയ രീതിയിൽ തന്നെയാണ്. അല്ലാതെ എല്ലാവരും ഭാരതീയർക്ക് മാത്രമേ അത് ആ സംസ്കാരത്തിലൂടെ കൾച്ചറലി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സ് മുള്ളർ പോലെയുള്ള വലിയ പണ്ഡിതന്മാർ ഇത് എഴുതിയപ്പോൾ അവർക്ക് ഇത്തരം സ്ഥാനങ്ങളിൽ കൺഫ്യൂഷനേ ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, എന്തോ ഇതിൽ പ്രശ്നമുണ്ട്. ചിലയിടത്തൊക്കെ വളരെ നല്ല തത്വജ്ഞാനമാണ്, പക്ഷെ വേറെ ചിലയിടത്ത് പറയുന്നത് ഒന്നും നമുക്ക് മനസ്സിലാവില്ല. അങ്ങനൊരു സ്ഥലമാണ് ഈ പരകീയ ഭാഷയിൽ പറയുന്നത്. എന്താണ് അങ്ങനെയുള്ള ധർമ്മമാകുന്ന കാള? എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചാൽ, ചത്വാരി ശൃംഗാഹ. ആ കാളയ്ക്ക് 4 കൊമ്പുകളുണ്ട്. നമുക്കറിയാവുന്ന കാളയ്ക്ക് എത്ര കൊമ്പുണ്ട്? 2 ഉള്ളൂ. അപ്പം തന്നെ പ്രശ്നമായി. ഇനി 4 കൊമ്പുള്ള കാളയെക്കുറിച്ച് ചിന്തിക്കണം. ആയിക്കോട്ടെ, എങ്ങനെയെങ്കിലും ഒരു 4 കൊമ്പ് നമുക്ക് കൽപ്പിക്കാമെന്ന് വെച്ചോളൂ. ഒരു 2 എണ്ണം എക്സ്ട്രാ. ചില ഉണ്ടല്ലോ, ഇപ്പോൾ എന്താ പറയുക, ചില ജീവികൾക്ക് കൊമ്പുകൾ കൂടുതലുണ്ട്. അപ്പോൾ അതുപോലെ ചില കൊമ്പുകൾ, അങ്ങനെ ഒരു 2 കൊമ്പ് കൂടെ വേണമെങ്കിൽ അതിൽ കൽപ്പിക്കാം. മാനിനൊക്കെ അങ്ങനെ കൊമ്പുണ്ടല്ലോ, കൊമ്പിൻ്റെ ശാഖകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൊമ്പുണ്ടെന്ന് വെച്ചോളൂ. അതുപോട്ടെ. അത് കഴിഞ്ഞ് പറയുന്നത് ത്രയോ അസ്യ പാദാഹ, 3 കാലുകൾ. കാളയ്ക്ക് 4 കാലാണുള്ളത്. അപ്പോൾ കൊമ്പുകൾ 2 ഉള്ളൂ, അതിനെ 4 ആക്കി. പാദങ്ങൾ 4 ഉണ്ട്, അതിനെ 2 ആക്കി. അല്ല, 3 ആക്കി. ഇനി അത് കഴിഞ്ഞ് പറയുകയാണ് ദ്വേ ശീർഷേ, 2 തല. പിന്നെ സപ്തഹസ്താസോ, 7 കൈകളുണ്ട്. ത്രിതാബദ്ധ, 3 തരത്തിൽ 3 വശത്തുനിന്നും അതിനെ കെട്ടിയിരിക്കുന്നു. കാരണം ഇത്രയും തലയും കൊമ്പും ഇതിലൊക്കെ ഉള്ളപ്പോൾ എന്തായാലും കെട്ടണം നല്ലതായിട്ട്. അപ്പോൾ ഒരു വശത്തു നിന്ന് കെട്ടിയാൽ പോരാ, 3 വശത്തു നിന്നും കെട്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള വൃഷഭമാണിത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലെന്താ പറയുന്നത് എന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ഇങ്ങനൊരു കാളയെ കൽപ്പിക്കാനേ പറ്റില്ല. ഇനി ഇങ്ങനൊരു കാളയുടെ ചിത്രം ഉണ്ടാക്കി നമ്മുടെ മുന്നിൽ വച്ചാൽ നമുക്കത് അല്പനേരം പോലും നോക്കി നിൽക്കാൻ പറ്റില്ല, ഭയം വരും. കാരണം എന്താണ്? ഇത് വികൃതമായൊരു കാളയാണ്, ഭീകരമായൊരു കാള. അങ്ങനെയാണ് വർണ്ണിക്കുന്നത്. പക്ഷെ അത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പറയുന്നത് ധർമ്മമാകുന്ന കാളയെക്കുറിച്ചാണ്. ധർമ്മത്തെ ഒരു ഋഷഭമായി കണക്കാക്കി. ഋഷഭം എന്ന് പറഞ്ഞാൽ ഐശ്വര്യമുണ്ടാക്കുന്നതെന്നാണ് ശബ്ദത്തിനർത്ഥം. അപ്പോൾ ഋഷഭ ശബ്ദത്തിന് ഐശ്വര്യമുണ്ടാക്കുന്നത് എന്നൊരു വ്യംഗ്യാർത്ഥമുണ്ട്. ആ അർത്ഥത്തെ കൽപ്പിച്ചുകൊണ്ട് വേദം പറയുകയാണ്. അപ്പോൾ എന്താണ് 4 ശൃംഗങ്ങൾ? 4 പുരോഹിതന്മാരാണ്. 4 വേദത്തിൻ്റെയും ഓരോരോ പുരോഹിതന്മാരെന്ന് കൽപ്പിച്ച്, അങ്ങനെ 16 പുരോഹിതന്മാരാണ് ഉള്ളത്. പക്ഷേ 4 പുരോഹിതന്മാർ മുഖ്യമാണ്. അങ്ങനെ 4 പുരോഹിതന്മാർ 4 വേദത്തിൻ്റെയും. ത്രയീ അസ്യ പാദാഹ, അതിലെ ഋഗ് യജു സാമ വേദങ്ങൾ മുഖ്യമായിട്ടുള്ള കർമ്മപ്രയോഗത്തിന് വരുന്നു. അതുകൊണ്ട് 3 എന്നുള്ളത് പാദങ്ങളായിട്ടുള്ളത് 3 വേദങ്ങൾ: ഋഗ്വേദം, യജുർവേദം, സാമവേദം. അഥർവവേദം അതിൻ്റെ പ്രായശ്ചിത്താദി കർമ്മങ്ങളാണ്. കർമ്മത്തിൻ്റെ സാധാരണ പ്രയോഗത്തിൽ 3 വേദങ്ങളാണ് ഉപയോഗിക്കുക. 2 തല. ഈ 2 തല ആരൊക്കെയാണ്? യജമാനനും യജമാന പത്നിയും. അത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഈ വൈദികമായ കർമ്മങ്ങളിലെല്ലാം, ഗൃഹസ്ഥരാൽ ചെയ്യപ്പെടുന്ന വൈദികമായ എല്ലാ കർമ്മങ്ങൾക്കും യജമാനനും യജമാന പത്നിയും വേണം. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നേ ചെയ്യാൻ കഴിയുള്ളൂ. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വിവാഹിതരല്ലാത്തവർക്ക് അതിൽ പങ്കെടുക്കാനേ സാധിക്കില്ല, ചെയ്യാൻ സാധിക്കില്ല, യജമാനനാകാൻ സാധിക്കില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മളതൊന്നും നോക്കാറില്ല. ഒരാൾ ചെയ്താലും മറ്റേ ആൾക്ക് ഫലം കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വൈദിക നിയമപ്രകാരം അത് തെറ്റാണ്. ഈ 2 പേരും ചേർന്നിരുന്നാലേ അത് പൂർണ്ണമാകുകയുള്ളൂ. അതിന് കാരണം വേദത്തിൽ തന്നെ പറയുന്നത്, ഈ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞത് ഒരു ശരീരത്തിൻ്റെ 2 ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് വാമഭാഗം എന്ന് പറയുന്നത്. വാമഭാഗവും ദക്ഷിണഭാഗവും, ഇടതും വലതും. അപ്പോൾ ഇത് 2 കൂടെ ചേർന്നാലേ ഒരാളാകുള്ളൂ. അപ്പോൾ വിവാഹത്തിന് മുമ്പ് അയാൾ ഒരാളായിരുന്നു എന്ന് വയ്ക്കുക. പക്ഷെ വിവാഹം കഴിഞ്ഞപ്പോൾ അയാൾ തന്നെ 2 ആയിട്ട് വിഭജിച്ചു.
അങ്ങനെ നമുക്ക് കാണുമ്പോൾ വിവാഹിതർ രണ്ടായിട്ട് തോന്നുമെങ്കിലും വാസ്തവത്തിൽ അവർ ഒന്നാണ് എന്നാണ് നിയമം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചിരുന്ന് വേണം എല്ലാ ധാർമ്മിക കാര്യങ്ങളും, പൂജാതി കർമ്മങ്ങളും, സത്കർമ്മങ്ങളും, ദാനവും ധർമ്മവും സത്സംഗവും ഒക്കെ ചെയ്യാൻ. എന്നാലേ ആ ഫലം പൂർണ്ണമാകുകയുള്ളൂ. അല്ലെങ്കിൽ പകുതി പകുതിയിൽ നിൽക്കും, അത് പൂർണ്ണമാകില്ല. അതുകൊണ്ട് ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും, യജ്ഞയാഗാദികൾ ചെയ്യുമ്പോഴും അവിടെ യജമാനനും യജമാന പത്നിയും വേണം. ഇപ്പോൾ നമ്മൾ രാമായണത്തിൽ ശ്രീരാമൻ്റെ യാഗത്തെക്കുറിച്ച്, അശ്വമേധത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ സീതയ്ക്ക് പകരമായിട്ട് അവിടെ സ്വർണ്ണ പ്രതിമ ഉണ്ടാക്കി വച്ചു എന്നൊക്കെ പറയുന്നതാണ്. അതൊരു പ്രതിനിധിയായിട്ട് വയ്ക്കുകയാണ്. അത് നമ്മുടെ ആചാരങ്ങളിലൊക്കെ ഉണ്ടത്. പക്ഷെ ഇതിൻ്റെ ഒന്നും തത്വം നമുക്കറിയാത്തത് കൊണ്ട് തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ അമ്പലങ്ങളിലൊക്കെ പോയി നമ്മൾ അർച്ചനയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ നിയമപ്രകാരം ഒരു ഗൃഹസ്ഥനാണ് അമ്പലത്തിൽ ദർശിക്കാൻ പോകുന്നതെങ്കിൽ അവിടെ അർച്ചനയോ പൂജയോ എന്ത് നമസ്കാരമോ എന്ത് ചെയ്താലും പുരുഷനാണ് പോകണമെങ്കിൽ ഭാര്യയുടെ പേരും നാളും വയസ്സും അതൊക്കെ അതിൻ്റെ കൂടെ ചേർക്കണം. സ്ത്രീയാണ് ചെയ്യുന്നതെങ്കിൽ ഭർത്താവിൻ്റെ ചേർക്കണം. അത് ചേർത്ത് ചെയ്താൽ മാത്രമേ അത് ശരിയായ ഫലമുണ്ടാകുകയുള്ളൂ. രണ്ടുപേരും ഒരുമിച്ച് പോകേണ്ടതാണ്, രണ്ടുപേരും ഒരുമിച്ച് നമസ്കരിക്കണം, ഒരുമിച്ച് ചെയ്യണം, എല്ലാം ഒരുമിച്ച് ചെയ്യണമെന്നാണ്. അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലവും ഒരുമിച്ചാണ് കിട്ടുക. കർമ്മങ്ങളുടെ ഫലം കിട്ടുന്നതും ഒരുമിച്ചാണെന്നാണ്. ലൗകികമായ ഫലങ്ങളിലും അങ്ങനെ വേണമെന്നാണ് നിയമം പറയുന്നത്. നമ്മുടെ ഹിന്ദു കോഡ് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ സിവിൽ കോഡ് എന്ന് പറയുന്ന നിയമസംഹിത, ഇന്ന് ഭാരതത്തിൽ നമ്മുടെ ഹിന്ദു കോഡുണ്ട്, നിയമസംഹിതയുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ആരെങ്കിലും വക്കാലത്തൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ വായിച്ചിട്ടുണ്ടാകും. അതിൽ വ്യവഹാരമയൂഖം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഇപ്പോൾ സിവിൽ കോഡിൻ്റെ നമ്മുടെ ധാർമ്മിക ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്നത്. കുറച്ച് മനുസ്മൃതിയുടെ ഭാഗം, കുറച്ച് യാജ്ഞവൽക്യ സ്മൃതിയുടെ ഭാഗം, കുറച്ച് പരാശര സ്മൃതിയുടെ ഭാഗം, കുറച്ച് മഹാഭാരതത്തിൽ നിന്നെടുത്ത് അതെല്ലാം കൂടെ ചേർത്ത വ്യവഹാരമയൂഖം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ ഈ നിയമങ്ങളൊക്കെ, ഹിന്ദു നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് സന്തതികൾക്ക് കൊടുക്കുന്നത്, അവരുടെ കൊടുക്കൽ വാങ്ങൽ വ്യവസ്ഥയെക്കുറിച്ചും മറ്റുമൊക്കെ. അതൊക്കെ നമ്മുടെ ശാസ്ത്രീയമായ നിയമമാണ്. നമ്മുടെ ശാസ്ത്രം എന്താണോ പറയുന്നത് ആ നിയമം. അപ്പം അതിലിങ്ങനെയാണ് യജമാനനും യജമാന പത്നിയും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഫലം ഇവിടെ അനുഭവിക്കുന്നു, രണ്ടുപേരും ഒരുമിച്ച് അനുഭവിക്കുന്നു. അതുപോലെ ഇവിടെ നിന്ന് മുകളിലേക്ക് പോയാലും അങ്ങനെ അനുഭവിക്കുക. രണ്ടുപേർക്കും ഒരുമിച്ച് അതിൻ്റെ ഫലം കിട്ടും. കാരണം ഈ പാർട്ട്ണർഷിപ്പിലാണല്ലോ ഇത് അനുഷ്ഠിച്ചിരിക്കുന്നത്. പാർട്ട്ണർഷിപ്പാണ്. വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യവും പാർട്ട്ണർഷിപ്പാണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പിൽ അനുഷ്ഠിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മുകളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ സ്വർഗത്തിലും മറ്റുമൊക്കെ പോകാൻ നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെയും പകുതിയായിട്ട് ഫലം തരാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ മുകളിലേക്ക് പോകുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് പോവുക വളരെ ചുരുക്കമാണ്. അപ്പോൾ ഒരാൾ ആദ്യം പോവും, മറ്റൊരാൾ പിന്നീട് പോവും. അപ്പോൾ അവിടെ വരെ പറഞ്ഞിരിക്കുന്ന നിയമം മീമാംസയിലൊക്കെ വ്യക്തമായത് പറയുന്നുണ്ട്. ഒരാൾ മുകളിൽ പോയാൽ അടുത്ത ആൾ വരുന്നത് വരെ ആ ഒരുമിച്ച് ചെയ്ത കർമ്മങ്ങളുടെ ഫലത്തിന് വേണ്ടി കാത്തു നിൽക്കണമെന്ന്. അങ്ങനെയുണ്ട്. കാരണം അത് അന്യായമാണല്ലോ. ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്ത പാർട്ട്ണർഷിപ്പിൽ ചെയ്ത കർമ്മം ഒരാൾക്ക് നേരത്തെ ഫലം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്യായമല്ലേ. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ വെയിറ്റിംഗ് സ്ഥലമുണ്ട്, വെയിറ്റിംഗ് റൂം പോലെയുണ്ട്. അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യും. അടുത്ത ആളും കൂടെ വന്നതിന് ശേഷം രണ്ടുപേർക്കും പിന്നെ എങ്ങോട്ടാണ് ഫലം വേണ്ടത് അങ്ങോട്ട് പോവുക. അതുകൊണ്ട് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ആലോചിച്ചിരിക്കണം. അതാണ് വിവാഹ ആലോചന എന്ന് നമുക്ക് നാട്ടിൽ പറയാറുണ്ടല്ലോ. നാം കുട്ടിക്കാലത്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഈ വിവാഹ ആലോചന എന്താണ് ആലോചിക്കുന്നത്, ഇത്രയധികം ആലോചിക്കാൻ എന്തായിരിക്കുന്നത്. പക്ഷേ ഇത്രയും ശാസ്ത്രമൊക്കെ പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, ശരിക്കും ആലോചിച്ച് വേണം
വിവാഹം ചെയ്യാമെന്ന്. കാരണം ഇതെല്ലാം ഇവിടെയല്ല നിൽക്കുന്നത്, ഇത് വളരെ നീണ്ടു പോകുന്ന ഒരു 5, 6, 7 ജന്മം വരെയൊക്കെയാണ് ഇതിൻ്റെ കണക്ഷൻ പറയുന്നത്. അപ്പോൾ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നന്നായിട്ട് ആലോചിച്ചാൽ ചെയ്യാൻ പറ്റില്ല, അതാണ് സ്ഥിതി. അതുകൊണ്ട് തൽക്കാലം അത് നമ്മളൊരു അല്പമൊക്കെ ആലോചിച്ചിട്ട് അങ്ങ് ചെയ്യുന്നു. പിന്നെ ജ്യോതിഷമൊക്കെ നോക്കി എന്താണ് മുഹൂർത്തം എന്നൊക്കെ നോക്കി, അല്ല എന്താ പറയുക, പൊരുത്തമൊക്കെ നോക്കി അങ്ങ് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ അതിൻ്റെ മൊത്തം നമ്മൾ ആലോചിച്ചാൽ 2 മനസ്സുകൾ, 2 ശരീരങ്ങൾ, 2 വീട്ടിൽ 2 രീതിയിൽ വളർന്നവർ, 2 കർമ്മങ്ങളാണ്. ഈ 2 കർമ്മങ്ങളെയും 2 മനസ്സിനെയും 2 ശരീരത്തെയും ജീവിതം മുഴുവൻ ഒരുമിച്ചാക്കാൻ പോവുകയാണ്. എത്ര വലിയ റിസ്ക് ആണെന്ന് നോക്കും. ഇപ്പം നമുക്ക് ഒരു ശരീരം തന്നെ, ഒരു ശരീരത്തെയും ഒരു മനസ്സിനെയും തന്നെ കൺട്രോൾ ചെയ്യാനോ നിയന്ത്രിക്കാനോ സാധിക്കുന്നില്ല. അവിടെ തന്നെ പ്രശ്നങ്ങളുണ്ട്. ധ്യാനിക്കുമ്പോൾ ധ്യാനം വരുന്നില്ല, ജപിക്കാനിരിക്കുമ്പോൾ അത് നടക്കുന്നില്ല. ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിനെ തന്നെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ നിലയ്ക്ക് ഇങ്ങനെയുള്ള 2 മനസ്സ് വ്യത്യസ്തമായ കുടുംബങ്ങളിലുണ്ടായത്. കാരണം കുടുംബബന്ധം ഉണ്ടാവില്ലല്ലോ മുൻപ് സാധാരണ രീതിയിൽ. അവരെ തമ്മിൽ യോജിപ്പിക്കുന്നു, പരസ്പരം അറിയാത്തവരെ തമ്മിൽ യോജിപ്പിക്കുന്നു. അതെപ്പോഴേക്ക്? കുറച്ച് ദിവസത്തേക്കല്ല. ഇപ്പോൾ അങ്ങനെയുണ്ടല്ലോ, ഒരു കോൺട്രാക്ട് ബേസ് പരിപാടികളാണല്ലോ. അങ്ങനെയല്ല, വാസ്തവികത്തിൽ യോജിപ്പിക്കുകയാണ്. കർമ്മബന്ധം എന്നാണ് അതിന് പറയുക. അപ്പോൾ അതിനെ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ മണ്ഡപത്തിലാണ് പ്രദക്ഷിണം ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ സപ്ത പ്രദക്ഷിണമായിട്ടൊരു പരിപാടിയുണ്ട്. സപ്തപതി എന്നതിന് പറയാം. ഋഗ്വേദത്തിൽ വിവാഹ സൂക്തം എന്നൊരു സൂക്തമുണ്ട്. വിവാഹ സമയ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട സൂക്തമാണ്. വിവാഹ സൂക്തമൊക്കെ ഇപ്പോൾ ആരും പറയുന്നുമില്ല, ചൊല്ലുന്നുമില്ല. കുറച്ച് വൈദികരായിട്ടുള്ളവർ അവർ മാത്രമാണ് അതൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ വിവാഹ സൂക്തത്തിൻ്റെ വ്യാഖ്യാനം എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാരം നിങ്ങൾക്ക് മനസ്സിലാവും. ഋഗ്വേദത്തിൽ തന്നെ എഴുതിയിരിക്കുന്നതാണ്. കാരണം കുടുംബ ബന്ധമെന്ന് പറയുന്നത് നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ മുഖ്യമായിട്ടുള്ള ആധാരശിലയാണ്, അടിസ്ഥാനമാണ്. ഈ ഇപ്പോൾ കെട്ടിടം നിർത്താൻ തൂണുകൾ വേണമെന്നുള്ളതുപോലെ സനാതന ധർമ്മത്തിൻ്റെ തൂണാണ് ഗൃഹസ്ഥാശ്രമം. അതുകൊണ്ട് തന്നെ അതിനെ വളരെയധികം ചിട്ടയോടുകൂടി വ്യവസ്ഥിതമായി വയ്ക്കാൻ അവിടെ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ സപ്തപതി എന്ന് പറയുന്ന 7 പ്രാവശ്യം മണ്ഡപത്തെ ചുറ്റുന്ന വ്യവസ്ഥയുണ്ട്. അല്ലെങ്കിൽ അന്നത് അഗ്നി കത്തിച്ചിട്ട് അവിടെ ആയിരുന്നു, അതായത് ഹോമം നടക്കും. ലാജാഹോമം എന്ന് പറയുന്ന ഹോമമുണ്ട്. ആ ഹോമം ചെയ്തിട്ടാണ് വിവാഹം നടത്തുക. അപ്പോൾ അതിൽ ഈ സപ്തപതി കഴിഞ്ഞ് 7ാമത്തെ ചുറ്റും കഴിഞ്ഞാൽ കെട്ടും. അതായത് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും തുണി തമ്മിൽ കെട്ടും. അപ്പോൾ ഈ കെട്ടാണ് നമ്മൾ കല്യാണക്കെട്ട് എന്ന് പറയുന്ന സാധനം. പിന്നെ അതിൻ്റെ സിംബോളിക്കായിട്ടാണ് പിന്നെ താലികെട്ടും ബാക്കി കാര്യങ്ങളൊക്കെ വന്നത്. അതിൻ്റെ ട്രഡീഷണൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം താലികെട്ടൊന്നും ഉണ്ടായിരുന്നില്ല. താലികെട്ടൊക്കെ പിന്നെ വന്നാണ്. ഇപ്പോൾ സ്വർണം വേണം എന്നൊക്കെ പറയുന്നില്ലേ, അതിലങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു നൂലാണ് കെട്ടിയിരുന്നത്. നൂലിൽ ചില ദ്രവ്യങ്ങളൊക്കെ വച്ച്, അത് ഓരോ സ്ഥലത്ത് ഓരോന്നായിരുന്നു. മഞ്ഞൾ, പിന്നെ അതുപോലുള്ള ചില ദ്രവ്യങ്ങളൊക്കെ വച്ചിട്ട്, കസ്തൂരി, അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെ ദ്രവ്യങ്ങൾ വച്ചിട്ടാണ് ഇത് കെട്ടുന്നത്. തമിഴ്നാട്ടിൽ ഇപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ട്. അതിനെയാണ് കെട്ട് എന്ന് പറഞ്ഞിരുന്നത്. അത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് നടന്നിരുന്നത്. പിന്നെ എപ്പോഴൊക്കെയോ ഫാഷൻ മാറി മാറി വരുന്നത് പോലെ ഇത് മാറി മാറി താലികെട്ട്. ഇപ്പോൾ ഒരു സ്വർണത്തിലൊരു മാല ഉണ്ടാക്കി അതിലൊരു താലി പോലത്തെ ഒരു ഉണ്ടാക്കി. താലി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? താലി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? താലപത്രത്തിൽ ഉണ്ടാക്കിയ ഒരു ചെറിയ ആഭരണം പോലത്തെ ഒരു സാധനമായിരുന്നു ഈ താലി എന്ന് പറയുന്നത്. താലപത്രം എന്ന് പറഞ്ഞാൽ പനയോല. ഈ പനയോലയിലായിരുന്നു താലി ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ അത് നമ്മൾ സ്വർണത്തിൽ ഉണ്ടാക്കുന്നതാണ്. സ്വർണത്തിൽ താലി ഉണ്ടാക്കാൻ എവിടെയും ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല. അതൊക്കെ പിന്നീട് നമ്മൾ കൽപ്പിച്ചതാണ്. കാരണം പരമാവധി സ്വർണം പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൽപ്പിച്ചതാവാനാണ് സാധ്യത. നമ്മുടെ വിവാഹ ചടങ്ങ് നോക്കിയാൽ വളരെ സിമ്പിളായാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു ചെലവും അതിനില്ല. ഇനി ആൾക്കാർ വരുമ്പോൾ അവർക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കണമെന്നും ശാസ്ത്രം പറയുന്നില്ല. ആൾക്കാർ വരണം എന്തിനെന്ന് ചോദിച്ചാൽ, അവരെ ക്ഷണിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, അവർ വന്ന് ഈ ദമ്പതികൾക്ക് അനുഗ്രഹം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ക്ഷണിച്ചത്. അനുഗ്രഹം കൊടുത്തിട്ട് പൊക്കോളുക. പിന്നെ എന്തെങ്കിലും വെള്ളമോ ചായയൊക്കെ കിട്ടിയാൽ അത് ഓക്കെ, അല്ലെങ്കിൽ പൊക്കോളുക. അല്ലെങ്കിൽ അവർക്ക് ഊണ് കൊടുത്തോളണം, അവരെ സത്കരിച്ചോളണമെന്ന് ശാസ്ത്രം പറയുന്നില്ല. പക്ഷെ അതൊക്കെ പിന്നീട് ഉണ്ടായതാണ്. കാരണം ഇന്നിപ്പോൾ സൽക്കാരം കൊടുത്തില്ലെങ്കിൽ ആരും വരില്ല.
ഊണ് പ്രതീക്ഷിച്ചാണല്ലോ മിക്കവാറും പേര് വരുന്നത്. അപ്പോൾ അതൊക്കെ അതിനോടൊപ്പം വന്നുകൂടിയതാണെന്ന് അർത്ഥം. അപ്പോൾ മുഖ്യമായ ചടങ്ങ് ഒരു വലിയ ആഡംബരമോ വലിയ ചിലവൊന്നും ഉണ്ടായിട്ടുള്ളതല്ല. കാരണം എന്താണ്? അതൊക്കെ പിന്നീട് പ്രശ്നമാകുമെന്ന് പണ്ടുള്ളവർക്ക് അറിയാമായിരുന്നു. ഇന്നിപ്പോൾ പ്രശ്നമായല്ലോ. ഇപ്പോൾ ഒരു കല്യാണം നടത്തുന്നുവെങ്കിൽ എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടി വരിക. അച്ഛനും അമ്മയും വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയായിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്ലാനിങ് മുഴുവൻ ആ കുട്ടികളുടെ പഠിത്തവും കല്യാണവും കുറിച്ചാണ്. കാരണം അത്രയധികം ചിലവുണ്ട്. അത് കല്യാണം കഴിച്ച് വിട്ടാലോ പിന്നെ പ്രാർത്ഥന, പിന്നെ ദിവസവും ഗുരുവായൂരപ്പനെയും ചോറ്റാനിക്കര അമ്മയും ഇവരെല്ലാവരും പ്രാർത്ഥിക്കണം, ഈ കല്യാണം നേരെ നടക്കണേ, അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതേ, ഡൈവോഴ്സ് ആവരുതേ എന്ന് പ്രാർത്ഥിക്കണം. എന്ത് കഷ്ടം നോക്കാം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇപ്പോൾ നിലകൊള്ളുന്നത് ഈ ഒരു സംഗതിയാണ്. പണ്ട് ഏറ്റവും വ്യവസ്ഥിതമായിട്ട് ഏറ്റവും നന്നായിട്ട് വച്ചിരുന്നത് കല്യാണ വ്യവസ്ഥയായി. അതുകൊണ്ട് നമ്മുടെ സമൂഹം ശിക്ഷിതരായി, എഡ്യൂക്കേറ്റഡ് ആയി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. മഹാ അഹങ്കാരികളും അഭിമാനികളും അനാവശ്യമായിട്ടുള്ള എന്താ പറയുക, ഈ റിലേഷൻഷിപ്പ്, നമ്മുടെ എന്താണ് ഈ വൈവാഹിക ബന്ധം എന്നൊക്കെ പറയുന്നതിനെ വെറും തമാശയായിട്ട് കണക്കാക്കുന്ന ഒരു സമൂഹവുമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം അത് നിങ്ങൾക്കറിയാം എന്താണ് ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇത്രയും പവിത്രമായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു കല്യാണം. അതുകൊണ്ടാണ് അതിൻ്റെ പേര് തന്നെ കല്യാണം എന്ന് വെച്ചിരിക്കുന്നത്. കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളകരമായിട്ടുള്ളതെന്നാണ്. മംഗളമായിട്ടുള്ളത്. അങ്ങനെ ജീവിതത്തിൽ 2 or 3 കാര്യങ്ങളാണ് നമ്മുടെ സംസ്കാരത്തിൽ മംഗളകരമായിട്ടുള്ളെന്ന പേരിലുള്ളത്. ബാക്കിയൊന്നും മംഗളകരമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം സന്യാസം എടുക്കുന്നതിനെ കല്യാണം എന്ന് ആരും പറയാറില്ല, മംഗളകരമാണെന്ന് പറയാറില്ല. ഒന്ന് ഇതാണ്, വിദ്യാഭ്യാസം തുടങ്ങുന്നത്. അതായത് പണ്ടത്തെ കാലത്ത് ഉപനയനം ചെയ്യുന്നതിനെ പൂണുനൂൽ കല്യാണം എന്നാണ് നമ്മളുടെ നാട്ടിലൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് കല്യാണമാണ്. കാരണം എന്താണ്? ആ കുട്ടിയുടെ ജീവിതത്തിലെ വിദ്യാഭ്യാസം, വിദ്യ സ്വീകരിക്കാൻ തുടങ്ങുകയാണ്. അത് വലിയ പവിത്രമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് അത് കല്യാണമായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള കല്യാണം എന്ന് പറയുന്നത് ഈ വിവാഹം തന്നെയാണ്. അതും ഏറ്റവും മംഗളകരമായിട്ട്. പിന്നെ മൂന്നാമതുള്ള കല്യാണം എന്ന് എല്ലാവരും പറയാറില്ല, പക്ഷേ അങ്ങനെ കൽപ്പിച്ച് കേട്ടിട്ടുള്ളത് പുത്രജനനം. അതായത് വിവാഹം കഴിഞ്ഞവർക്ക് പുത്രജനനം ഉണ്ടെങ്കിൽ വലിയ മഹോത്സവം കൊണ്ടാടും, അത് വലിയ കല്യാണമാണ്. അങ്ങനെ ഈ 3 കാര്യങ്ങൾക്കാണ് ഈ കല്യാണ ശബ്ദം തന്നെ പ്രയോഗിച്ചിരിക്കുന്നത്, മംഗളകരമാണെന്നുള്ള ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ മംഗളകരമായിട്ട് വയ്ക്കാനുള്ള ശാസ്ത്രീയ വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഇതൊക്കെ കുറച്ച് അറിഞ്ഞിരിക്കുന്നതല്ലാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ ഇത് മനസ്സിലാക്കിയിരുന്നാൽ വളരെ നല്ലതാണ്. എന്താണ് വിവാഹിത ജീവിതം? അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു വച്ചത് ഈ പരകീയ ഭാഷയെക്കുറിച്ചാണ്. പരകീയ ഭാഷയിൽ 2 ശിരസ്സുകൾ ധർമ്മഋഷഭനുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണമാണ് പറഞ്ഞത്. അതിനെക്കുറിച്ചാണ് യജമാന പത്നിയെയും യജമാനെയും കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇത് ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് അവർ 2 ഉണ്ട്. പിന്നെ സപ്തഹസ്തങ്ങൾ, 7 ഹസ്തങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അത് 7 ഏതൊക്കെയാണ്? ആ ധർമ്മഋഷഭൻ്റെ 7 ഹസ്തങ്ങൾ ഗായത്രി മുതലായ ഛന്ദസ്സുകൾ. 7 സപ്ത ഛന്ദസ്സുകളാണ് വൈദിക ഛന്ദസ്സുകളായി പറയപ്പെട്ടിരിക്കുന്നത്. അവയാണ് ഛന്ദസ്സുകളാണ്. അങ്ങനെയാണ് ആ 7 ഹസ്തങ്ങൾ. പിന്നെ ത്രിധാബദ്ധ, 3 തരത്തിൽ ബന്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനർത്ഥം ഈ യജ്ഞയാഗാദികൾ, ഈ ധാർമ്മിക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, ഇങ്ങനെ 3 സമയം കൽപ്പിച്ചാണ് കർമ്മങ്ങളെ വ്യവസ്ഥിതമാക്കിയിരിക്കുന്നത്. നമ്മൾ പറയുമല്ലോ, രാവിലത്തെ പൂജ, ഉഷപൂജ, ഉച്ചപൂജ, സായം പൂജ, 3 പൂജകൾ. അതുപോലെ പ്രാതഃസവനം, മാധ്യന്തിന സവനം, സായം സവനം, ഇങ്ങനെ 3 സവനങ്ങൾ യജ്ഞത്തിൽ സോമ ആഹുതിയൊക്കെ ചെയ്യുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 കാലങ്ങളിൽ നടക്കുന്ന 3 പ്രത്യേക പൂജകൾ, ത്രികാല പൂജകൾ, അതിനെയാണ് ധർമ്മത്തിൻ്റെ 3 ബന്ധങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്, ബന്ധനങ്ങളായിട്ട്. അങ്ങനെയുള്ള ഒരു കൽപ്പന. ഇപ്പോൾ ഇതിൽ അർത്ഥം അറിഞ്ഞില്ല എങ്കിൽ നമുക്കിതൊന്നും മനസ്സിലാകില്ല. അത്തരത്തിലുള്ള ചിന്തയാണ് ഇവിടെ
ഒരു പ്രത്യേക രീതിയിൽ, ഒരു വികൃതമായ രീതിയിൽ വർണ്ണിച്ചിരിക്കുന്നത്. അതിനെ പരകീയ ഭാഷ എന്ന് പറയും. ഇങ്ങനെ തത്വത്തിൽ തന്നെ അധിഷ്ഠിതമായി ഏത് തത്വത്തെയാണോ പ്രതിപാദിക്കേണ്ടത് അതിൽ തന്നെ അധിഷ്ഠിതമായി നമ്മുടെ ശാസ്ത്രങ്ങൾ തത്വകഥനം, രൂപകഥനം, അതിശയോക്തി, അതിനെ തന്നെ സമാധി ഭാഷയിൽ പറയുന്ന രീതി, ലൗകിക ഭാഷയിൽ പറയുന്ന രീതി, പരകീയ ഭാഷയിൽ പറയുന്ന രീതി, ഈ രീതികളൊക്കെ മുഖ്യമായിട്ടുള്ള രീതികളാണ്. ഇതിൽ ചെറിയ ചെറിയ വിഭാഗങ്ങൾ ഇനിയും വേദത്തിൽ പലതും പറയാനുണ്ട്. പക്ഷേ സാമാന്യ രീതിയിൽ ഇങ്ങനെയാണ്. ഇനി ഒന്ന് ചിന്തിക്കുക, ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ സാമാന്യം നമ്മൾ വായിച്ചാലോ സാമാന്യം കേട്ടാലോ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ? ഇല്ല. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ സിസ്റ്റമാറ്റിക്കലി പഠിച്ച് മനസ്സിലാക്കണം. തത്വജ്ഞാനത്തിൻ്റെ വഴി ഏതാണ്? കഥകളിലൂടെ പറയുന്ന, ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന തത്വജ്ഞാനത്തിൻ്റെ വഴി ഏതാണ് എന്ന് ചോദിച്ചാൽ ചിലർ പറയും ഭക്തിയാണ്, ചിലർ പറയും അല്ല ജ്ഞാനമാണ്, അല്ലെങ്കിൽ കർമ്മമാണ്, ഭഗവാന്റെ നാമസങ്കീർത്തനമാണ്. കാരണം അവസാനത്തെ ശ്ലോകത്തിൽ നാമസങ്കീർത്തനം യസ്യ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നാമസങ്കീർത്തനമാണ് എന്നൊക്കെ വേറെ വേറെ അഭിപ്രായങ്ങൾ പറയും. പക്ഷേ സത്യം എന്താണ്, വാസ്തവം എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം അതത് തലങ്ങളിൽ ആവശ്യം തന്നെയാണ്. പക്ഷേ ഉപനിഷത്തിൻ്റെയും വേദാന്തത്തിൻ്റെയും ശ്രീമദ് ഭാഗവതം പുരാണം പോലുള്ള ഗ്രന്ഥങ്ങളുടെയൊക്കെ വഴി ഏതെന്ന് ചോദിച്ചാൽ തത്വജ്ഞാന ഉപദേശ വഴിയാണ്. അത് ഭാഗവതത്തിൽ പലവട്ടം ആവർത്തിച്ച് പറയുന്നുണ്ട്. തത്വജ്ഞാനോപദേശമല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല. ആ തത്വജ്ഞാനോപദേശത്തിന് വേണ്ടിയാണ് മറ്റെല്ലാം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ സംസാരിച്ചത് മുഴുവൻ ഇന്നലെ പറഞ്ഞു വച്ച സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ആത്മാവിൻ്റെ വ്യാഖ്യാന രീതി ഗ്രന്ഥങ്ങളിൽ എങ്ങനെയൊക്കെ വന്നു, സച്ചിദാനന്ദ സ്വരൂപത്തെ അല്ല പറയുന്നത് എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ പോലും പറയാൻ ഉദ്ദേശിക്കുന്നത് ആത്മാവിനെ തന്നെയാണ്, ഈശ്വരൻ്റെ സ്വരൂപത്തെ തന്നെയാണ്. അത് ഒന്ന് സൂചിപ്പിക്കാനാണ് ഇത് പറഞ്ഞത്. ഇപ്പോൾ ഇനി എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങളിത് ശരിക്കും മനസ്സിലാക്കിയാൽ ഏത് ഗ്രന്ഥവും നിങ്ങൾ പഠിക്കുമ്പോൾ, ഏത് പുരാണവും വായിക്കുമ്പോൾ, ഏത് കഥ കേൾക്കുമ്പോഴും മനസ്സിലൊന്ന് റിഫ്ലക്റ്റ് ചെയ്യും, മനസ്സിലൊന്നിങ്ങനെ തോന്നും, ഇതിലെന്തായിരിക്കും തത്വജ്ഞാനം, ഇതിലേത് ഭാഗത്താണ് രൂപകം പറയുന്നത്, നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് രൂപകം പറയുന്നത് ഏത് ഭാഗത്താണ്, ഇതിൽ നിന്ന് തത്വം എങ്ങനെ മനസ്സിലാക്കണം എന്ന് ചിന്തിക്കാനുള്ള ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായി. ഇങ്ങനെയാണ് ഉള്ളത്, അത് അങ്ങനെ തന്നെയാണ് ഉള്ളത്. അങ്ങനെ ഗ്രന്ഥത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പിന്നെ അവിടെ ഒരു 6 വഴികൾ വേറെയുണ്ട്. ഇപ്പോൾ ഒരു 6 വഴി പറഞ്ഞുവല്ലോ. തത്വജ്ഞാനാദികൾ 3, തത്വകഥനാദികൾ 3 രീതിയിലുള്ള ഭാഷ, ഇതൊരു 6 വഴിയായി. ഇനി ഒരു ഗ്രന്ഥം എടുത്താൽ ആ ഗ്രന്ഥത്തിൽ പറയുന്നതിൻ്റെ താല്പര്യം എന്താണ്, ഒരു വ്യവസ്ഥിതമായി എഴുതപ്പെട്ടുള്ളൊരു ഗ്രന്ഥം, അതിപ്പോൾ നോവലോ മറ്റോ ഒക്കെ എടുത്താലൊന്നും അതങ്ങനെ ഉണ്ടാവില്ല. കാവ്യങ്ങളോ നോവലുകളോ അല്ലെങ്കിൽ അത്തരം കഥകളോ പുസ്തകങ്ങളൊന്നും എടുത്താൽ ഈ ശാസ്ത്രീയമായ പ്രക്രിയയിലായിരിക്കില്ല അത് എഴുതപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ശാസ്ത്രീയ ഗ്രന്ഥങ്ങൾ, പുരാണങ്ങളാവട്ടെ, പ്രകരണ ഗ്രന്ഥങ്ങളാകട്ടെ, ഉപനിഷത്താകട്ടെ, വേദമാകട്ടെ, ഏതുമാകട്ടെ, അതെടുത്താൽ അതിൻ്റെ ഒരു താല്പര്യ നിർണയത്തിന് ഷഡ്ലിംഗങ്ങൾ പറയും. അത് ഇപ്പോൾ ഭാഗവതത്തിൽ പ്രത്യക്ഷമായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. കാരണം ഈ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കിയ, ഈ വ്യവസ്ഥകളുടെയൊക്കെ മൂല ആചാര്യനായിട്ടുള്ള ഭഗവാൻ വേദവ്യാസനാണ് ശ്രീമദ് ഭാഗവതം രചിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ കൽപ്പിച്ച് വച്ചിട്ടുള്ള ആ വ്യവസ്ഥ, ആ നിയമം അദ്ദേഹം പാലിക്കാണ്ടിരിക്കില്ലല്ലോ, സ്വയം തന്നെ പാലിക്കാണ്ടിരിക്കില്ല.
അപ്പോൾ അദ്ദേഹം അത് പാലിച്ചിട്ടുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ അതിനെ ഷഡ് ലിംഗങ്ങൾ എന്നാ പറയാം. ഷഡ് ലിംഗം താത്പര്യ നിർണയേ. ഒരു ഗ്രന്ഥം കയ്യിലെടുത്താൽ ആ ഗ്രന്ഥത്തിൻ്റെ താത്പര്യം നിർണയിക്കാൻ നിങ്ങൾ ആരോടും ചോദിക്കണ്ട. ഈ 6 ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ഗ്രന്ഥത്തിൻ്റെ ആ ഗ്രന്ഥഭാഗത്തിൻ്റെ താത്പര്യം നിർണയിക്കാൻ പറ്റും. ഉപക്രമോ ഉപസംഹാരോ അഭ്യാസ അപൂർവതാഫലം അർത്ഥവാദോപപത്തിശ്ച ലിംഗം താത്പര്യ നിർണയേ എന്നാണത് പറയുന്നത്. ഉപക്രമ ഉപസംഹാരം, അഭ്യാസം, അപൂർവത, ഫലം, അർത്ഥവാദം. അർത്ഥവാദം എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്ത കഥകൾ, അർത്ഥവാദം. ഉപപത്തി, ഉപപത്തി എന്ന് പറഞ്ഞാൽ യുക്തികൾ. ഇതാറും വച്ച് ഒരു ഗ്രന്ഥത്തിൻ്റെ നിർണയം പറയാം. ഉപക്രമ ഉപസംഹാരങ്ങൾ ശ്രീമദ് ഭാഗവതത്തിൽ ആരെങ്കിലും പറയാണ് ശ്രീമദ് ഭാഗവതത്തിൽ മറ്റെന്തോ ആണ് വിവക്ഷിതമായിട്ടുള്ളത്, പരമതത്വ സമീക്ഷ അല്ല ശ്രീമദ് ഭാഗവതത്തിൻ്റെ വിവക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് അങ്ങനെയാണ് എന്ന് സ്ഥാപിക്കാൻ സാധിക്കും. ഉപക്രമ ഉപസംഹാരോ അഭ്യാസോ അപൂർവതാഫലം അർത്ഥവാദോപപത്തിശ്ച ലിംഗം താത്പര്യ നിർണയേ. ആദ്യം ഇതിൻ്റെ ഓരോ ശബ്ദത്തിൻ്റെ ഒരു അർത്ഥം പറയാം, എന്താണെന്ന് മനസ്സിലാവണമല്ലോ. ഉപക്രമ ഉപസംഹാരം എന്ന് പറഞ്ഞാൽ തുടക്കവും ഒടുക്കവും, ഉപക്രമ ഉപസംഹാരം. അഭ്യാസം എന്ന് പറഞ്ഞാൽ ആവൃത്തി, പല സ്ഥലത്തും പല സ്ഥാനങ്ങളിലും അതിനെ ആവർത്തിക്കുക. ഉപക്രമ ഉപസംഹാരം, അഭ്യാസം. അപൂർവത, അപൂർവത എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥത്തിൻ്റെ സവിശേഷമായിട്ടുള്ള വക്തവ്യം, സ്പെഷ്യൽ സബ്ജക്റ്റ്, അതിൽ മാത്രമായിട്ട് നമുക്ക് വിശേഷമായിട്ട് കാണാൻ സാധിക്കുന്നത്, അതാണ് അപൂർവത. ഉപക്രമ ഉപസംഹാര അഭ്യാസ അപൂർവത ഫലം. ഫലകഥനം നോക്കുക. എല്ലാത്തിൻ്റെ അവസാനം ഒരു ഫലോക്തി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ ഇവിടെ ഭാഗവത മഹാത്മ്യത്തിൽ ആ ഫലകഥനത്തെ കാണുന്നുണ്ട്. ഭാഗവതത്തിൽ തന്നെ പല സ്ഥലത്തും ഫലകഥനമുണ്ട്, ഫലകഥനം. പിന്നെ അത് കഴിഞ്ഞാൽ 5-മത്തേത് അർത്ഥവാദം. അർത്ഥവാദം എന്ന് പറഞ്ഞാൽ നേരത്തെ പ്രതിപാദ്യമായി പറയപ്പെട്ട വിഷയത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിസ്തരിച്ചുകൊണ്ട് ഉദാഹരണ കഥകൾ, അത്തരത്തിലുള്ള ആഖ്യാനങ്ങൾ പറയും. ഇപ്പോൾ ഭാഗവതത്തിലെ പുരാണത്തിൽ കാണുന്നത് മുഴുവൻ ഈ അർത്ഥവാദ കഥകളുടെ ആഖ്യാനങ്ങളാണ്. അത് ഒരു ലക്ഷ്യം വച്ചുകൊണ്ട് ഒരു വിവക്ഷിതമായ വിഷയത്തെ പറഞ്ഞ് സമർത്ഥിക്കാനായിട്ട് ആരങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തതുകൊണ്ട് അയാൾക്കുണ്ടായിരുന്ന ഫലം, ചെയ്യാത്തത് കൊണ്ടായതുകൊണ്ട് ദോഷം, ഇതൊക്കെ കാണിക്കാൻ ഒരു ഉദാഹരണം പറയും. പ്രഭാഷണത്തിലൊക്കെ ആൾക്കാർ ഉദാഹരണം പറയാറുണ്ടല്ലോ. അത് നമുക്ക് ഉദാഹരണം കേൾക്കുമ്പോൾ വസ്തു വിഷയം മനസ്സിലാകും. അതിനെയാണ് അർത്ഥവാദമെന്ന് പറയുന്നത്. ഒരു ശാസ്ത്രീയ നാമമാണ്. അവസാനം 6-മത്തെ യുക്തി, ഉപപത്തി എന്ന് പറഞ്ഞാൽ യുക്തി. അങ്ങനെ അതായിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ലോജിക്കലിയും പറയാൻ സാധിക്കണം. ഇത് 6ഉം കൂടെ ചേർന്നാൽ ഒരു വിഷയത്തെ, ഒരു ഗ്രന്ഥസംബന്ധമായ വിഷയത്തിൻ്റെ വിവക്ഷ അത്യന്തം സ്ഫുടമായിട്ട് ശ്രോതാവിന്, പഠിതാവിന് മനസ്സിലാകും. ഇതിൽ പിന്നെ സംശയമൊന്നുമില്ല. അപ്പം ആ രീതിയിൽ നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലെ സച്ചിദാനന്ദ സ്വരൂപത്തെ തന്നെയാണ്, ബ്രഹ്മത്തെ തന്നെയാണ് ശ്രീമദ് ഭാഗവതം ഭഗവത് അവതാര കഥകളിലൂടെ, ലീലകളിലൂടെ വർണ്ണിച്ചു തരുന്നത് എന്ന തത്വസമീക്ഷ, അതിൻ്റെ ഒരു ചെറിയ പരിചയം നമുക്ക് കാണാം. അത് ഇപ്പോൾ സമയമായതുകൊണ്ട് ക്ലോക്ക് ഇങ്ങനെ ആടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കത് തുടങ്ങാം. കാരണം അത് കുറച്ച് സമയമെടുക്കും. ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ടാവും നല്ലത്. ഇപ്പോൾ ബോറടിക്കുന്നില്ലല്ലോ അല്ലേ? ആ, ബ്രേക്കിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ടാവണമെന്നല്ലാണ്. ശരി, ആയിക്കോട്ടെ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.